നാം പഠിക്കാൻ പോകുന്ന വിഷയം, Today we're going to learn ദൈവസഭയെ സംരക്ഷിക്കുക എന്നുള്ള വിഷയമാണ്. how we should protect the house of God. ദൈവം വില കൊടുത്ത് പണിതെടുക്കുന്ന ദൈവസഭയെ നാം എപ്രകാരം സംരക്ഷിക്കണം? How should we protect the house that God sent his son to die for us? ആമേൻ. ശ്രദ്ധിക്കണം പ്രിയ ദൈവമക്കളെ. Please pay attention, child of God. ദൈവസഭയോട് എപ്പോഴും ഒരു പോരാട്ടമുണ്ട്. The child of God has always struggles and trials. ആമേൻ. ദൈവസഭയ്ക്ക് വെളിയിൽ നിന്നും പ്രശ്നങ്ങളുണ്ട്, അകത്തു നിന്നും പ്രശ്നങ്ങൾ എപ്പോഴും ഉണ്ട്. The church has problems inside and also from the outside. ആമേൻ. പ്രശ്നമില്ലാത്ത ഒരു സഭയും ഈ ലോകത്തില്ല. There's not a church that doesn't have any problems in this world. വചനത്തിൽ നാം നോക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ലാത്ത സഭയെ നമുക്ക് കാണുവാൻ കഴിയത്തില്ല. In the word of God we see there is no church that has no issues. ഗലാത്യ സഭയിൽ നോക്കുകയാണെങ്കിൽ അവിടുത്തെ പ്രശ്നം ദുരുപദേശമായിരുന്നു. And we see in the Galatians in the church was a false teaching. എഫെസോസ് സഭയുടെ പ്രശ്നം അവർ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞ ഒരു പ്രശ്നമായിരുന്നു. The church of Ephesus lost their first love of Christ. കൊരിന്ത സഭയെ നോക്കുകയാണെങ്കിൽ ഒരു കൃപാവരത്തിനും കുറവില്ല, പക്ഷേ നിറച്ചും പ്രശ്നങ്ങളുമായിരുന്നു. And the Corinth church had all gifts but they lacked. ആമേൻ. പക്ഷേ ഇതിലെ സഭയെ നോക്കിക്കൊണ്ട് പൗലോസ് എഴുതുമ്പോൾ ഇപ്രകാരം പറയുന്നത്, you are the temple of God. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാകുന്നു. Apostle Paul is saying that you are the temple of the living God. ആമേൻ. നിങ്ങൾ പണ്ടെപ്പോഴോ ദൈവത്തിന്റെ മന്ദിരമായിരുന്നു എന്നല്ല എഴുതുന്നത്, നിങ്ങൾ ഇപ്പോഴും ദൈവത്തിന്റെ മന്ദിരമാണ്. And not that you were once the temple but you are the temple of God. അപ്പോൾ നമുക്ക് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, 1-ാം നൂറ്റാണ്ടാകട്ടെ 21-ാം നൂറ്റാണ്ടാകട്ടെ അല്ല ഇനി അടുത്ത വരുന്ന നൂറ്റാണ്ടിലുമാകട്ടെ എപ്പോഴും പ്രശ്നം ഒരു യാഥാർത്ഥ്യമാണ്. No matter what century you're in, the first century, this century, there is problems for the house of God. പക്ഷേ ഇതിനോട് എപ്രകാരം നാം പ്രതികരിക്കുന്നു അതിലാണ് പ്രാധാന്യമുള്ളത്. But how do you defend yourself in those situations? രണ്ട് പരമപ്രധാനമായിട്ടുള്ള രീതിയിൽ നമുക്ക് പ്രതികരിക്കുവാൻ കഴിയും. There's two ways that you can react to those problems. ഒന്നാമതായി നാം എപ്പോഴും പറയുന്നത് പോലെ prevention is better than cure. We always say prevention is better than cure. ആമേൻ. ഒരു രോഗം വരുന്നതിന് മുമ്പേ രോഗം വരാതിരിക്കുവാൻ നാം എപ്രകാരം സൂക്ഷിക്കുന്നു അതാണ് ഏറ്റവും നല്ലത്. And when before a sickness comes we can protect ourselves by maintaining our health. ആമേൻ. ഇനിയും രോഗം വന്നാൽ തന്നെ നാം എന്തു ചെയ്യും? When a sickness happens, what do we do? ആമേൻ. ഒരാൾക്ക് ഒരു രോഗം വന്നു കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര അഭിപ്രായങ്ങൾ നാം കേൾക്കാറുണ്ട്. And when you get a sickness, many people have different opinions. ആമേൻ. ചില ആൾക്കാർ പറയും നമുക്ക് വേഗത്തിൽ അത് മരുന്ന് കൊടുക്കണം. Many people say quickly give medicine. ആമേൻ. വേറെ ചിലർ ഇതിന് ഇത് ഇംഗ്ലീഷ് മരുന്നല്ല ഹോമിയോപ്പതിയാണ് നല്ലത്. And many people say don't do English medicine, use homeopathy. വേറെ ചില അലോപ്പതി ആയിരിക്കും നല്ലത്. Some people say allopathy medicine. ഇതൊന്നും വേണ്ട, ആയുർവേദമാണ് ഇതിന് ബെസ്റ്റ് എന്ന് ചിലവർ പറയും. Some people say Ayurveda is the best. ആമേൻ. പക്ഷേ സഭയ്ക്കകത്തൊരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഇത് എവിടെ പോകും? When you have a problem in the church, where do you go? ആമേൻ. ആയുർവേദമാണോ അലോപ്പതിയാണോ ഹോമിയോപ്പതിയാണോ എന്താണ് ചെയ്യുന്നത്? Is it Ayurveda, allopathy, homeopathy? Where is it? പലരും പല അഭിപ്രായങ്ങളും പറയാറുണ്ട്. Many have differences of opinion. പക്ഷേ ഏറ്റവും മെച്ചമായ രീതിയിൽ ചെയ്യാവുന്നത് വചനപ്രകാരമാണ്. But the greatest weapon you have is the word of God. അത് ശ്രദ്ധിച്ചേ പ്രിയ ദൈവമക്കളെ. Please pay attention, child of God. നമുക്ക് കൈവശമുള്ള സകലതും നാം സൂക്ഷിക്കാറുണ്ട്. We often hoard or protect all of our possessions. ആമേൻ. വില കൊടുത്ത് നാം വാങ്ങിച്ച ഫോൺ നാം വളരെ സൂക്ഷിക്കാറുണ്ട്. We protect the phone that we paid so much money for. ആമേൻ. പൈസ കൊടുത്തെങ്കിലും എക്സ്ട്രാ പൈസ കൊടുത്ത് ഒരു സ്ക്രീൻ ഗാർഡും ഒരു കേസും ഒക്കെ ഇട്ട് ഇതിനെ സൂക്ഷിക്കാറുണ്ട്. We have a screen guard, we have a case, we have everything to protect our phone. ആമേൻ. അപ്രകാരം തന്നെയാണ് നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി നാം സുരക്ഷിതമാക്കാൻ ശ്രമിക്കാറുണ്ട്. We also try to protect our kids in the same manner. ഈ കാലഘട്ടത്തിൽ ഈ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു സമയത്ത് നാം നമ്മുടെ ആരോഗ്യം ഒരുപാട് സൂക്ഷിക്കാറുണ്ട്. In this day and age we protect our health in so many ways. നമ്മുടെ കുടുംബജീവിതം അത് പൊട്ടിപ്പോകാതെ നാം ഒരുപാട് സൂക്ഷിക്കാറുണ്ട്. We try and protect our family life so that it doesn't break apart. ആമേൻ. നമ്മുടെ വിവാഹ ജീവിതം നാം ഒരുപാട് സൂക്ഷിക്കാറുണ്ട്. We protect our marriages. ആമേൻ. പക്ഷേ ചിലപ്പോൾ നമ്മൾ വില കൊടുക്കാത്തതുകൊണ്ട് ചിലതിനൊന്നും വില നമുക്ക് മനസ്സിലാകത്തില്ല. Because we haven't paid a price for some things, we don't understand the significance. പക്ഷേ ആ കാര്യങ്ങൾ പോയി കഴിയുമ്പോഴാണ് അതിന്റെ വില നമുക്ക് എന്താണെന്ന് മനസ്സിലാവുന്നത്. When we lose those things, we understand the value. കർത്താവ് സഭയ്ക്ക് വേണ്ടി വില മുടക്കിയതാണ്. Jesus paid a price for the church. വില മുടക്കി നമ്മളെ വീണ്ടെടുത്ത് സഭയ്ക്കകത്ത് നമ്മളെ ആക്കിയിരിക്കുകയാണ്. He paid a price to redeem us to be his children. ആമേൻ. സഭയ്ക്ക് വില മുടക്കിയ കർത്താവ് ആയതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് ഒരു പാതാള ഗോപുരങ്ങളും ഇതിനെ ജയിക്കുകയില്ല. Jesus paid a price on the cross and that's why he said no weapon formed against the church. ഇതിന് ഞാൻ എൻ്റെ സ്വന്തം രക്തം കൊടുത്താണ് വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത്. ഇനി എത്ര വലിയവൻ വന്നാലും ഇതിനെ വിട്ടുകൊടുക്കുവാൻ ഞാൻ തയ്യാറല്ല. I paid
my own blood for this church, and so I will not give it away. ഒന്ന് ശ്രദ്ധിച്ചേ പ്രിയ ദൈവമക്കളെ, Please pay attention, child of God. ആദാമിനെ ദൈവം തോട്ടത്തിലാക്കുവാനിടയായി. Adam was put in the garden. പലപ്പോഴും നാം ഇപ്രകാരം ചിന്തിക്കുന്ന ആദാം അവിടെ ഭയങ്കര എൻജോയ് ചെയ്ത് റിലാക്സ് ചെയ്ത് അവിടെ ഹാമൊക്കെ കെട്ടി അവിടെ റിലാക്സ് ചെയ്യുമായിരുന്നു. Many times we think Adam was relaxing in the Garden of Eden. അവിടെ ഊഞ്ഞാലാടി അവിടെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു He വിചാരിക്കുന്നത്. was in a hammock or in a swing and relaxing. പക്ഷെ വചനം ഇപ്രകാരമാണ് പറയുന്നത്, ആദാമിനെ തോട്ടത്തിലാക്കിയിട്ട് തോട്ടം നനപ്പാനും തോട്ടം കാക്കുവാനുമാണ് അവിടെ But ഏൽപ്പിച്ചിരിക്കുന്നത്. Adam was entrusted to keep the garden, to water the garden and till the garden. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, So child of God listening to me, കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങിയ സഭയാം തോട്ടത്തിൽ നമ്മളെ ആക്കിയിരിക്കുന്നത് ഇവിടെ നാം കാക്കുവാൻ വേണ്ടിയാണ്. if Jesus shed his blood for us, that is for us to keep the garden. ആമേൻ. ഇത് ഒരു പാസ്റ്ററിന്റെയോ അല്ലെങ്കിൽ ഏതോ ഒരു കൂട്ടം ആൾക്കാരുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഇവിടെ ഇരിക്കുന്ന ഏവരും കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ഈ ആക്കേണ്ട ഈ ഒരു ഉത്തരവാദിത്തമുണ്ട്. If each of you have been bought by the blood of Jesus Christ, you all have a responsibility to protect the house of God. അപ്പോൾ ദൈവസഭയിൽ നാം കാക്കേണ്ടത് എന്താണ്? But what is it that you should protect in the house of God? ആമേൻ. ഇത് ഒരു സന്ദേശത്തിന്റെ ഒരു സമയപരിമിതി ഉണ്ടായതുകൊണ്ട് എല്ലാം പറയുന്നില്ല. പക്ഷെ പ്രധാനപ്പെട്ട 4 കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ഞാൻ Due ആഗ്രഹിക്കുന്നു. to the lack of time, I'm not going to elaborate much, but I want to share 4 different things. നിങ്ങൾ സന്തോഷത്തോടെയും പ്രാർത്ഥനയോടെയും ദൈവസന്നിധിയിലായിരിക്കുക. Please be with a prayerful attitude with joy. ഒന്നാമതായി നാം കാക്കേണ്ട വിഷയം എന്ന് പറയുന്നത്, The first thing we should protect, നാം ഐക്യതയും ബന്ധവും കാക്കേണ്ടത് വളരെ ആവശ്യമാണ്. we have to protect the unity and ഒന്ന് relationship. നോക്കി എഫേസ്യർക്കെതിരെ ലേഖനം 4-ാം അധ്യായം 3-ാം വാക്യം നാം ശ്രദ്ധിക്കണം. Ephesians chapter 4 verse 3. ഇപ്രകാരമാണ് ഇംഗ്ലീഷിൽ വായിക്കുന്നത്, മേക്ക് എവറി എഫേർട്ട് ടു കീപ് ദ യൂണിറ്റി ഓഫ് ദ സ്പിരിറ്റ് ത്രൂ ദ ബോണ്ട് ഓഫ് പീസ്. Praise God. ആമേൻ. Amen. മലയാളത്തിൽ ഒന്ന് വായിച്ച് സഹായിക്കാമോ? Amen. ആത്മാവിന്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. Make every effort to keep the unity of the spirit. വളരെ ശ്രദ്ധിച്ചൊന്ന് കേൾക്കണേ. Please pay attention carefully. ആമേൻ. പൗലോസ് ഇവിടെ ഒരു ഐക്യത ഉണ്ടാക്കണം എന്നല്ല പറയുന്നത്. Apostle Paul doesn't say you should create a unity, പക്ഷെ ലഭിച്ച ഐക്യത കാക്കുവാനാണ് ഇവിടെ പൗലോസ് but he പറയുന്നത്. said make every effort to keep the unity. നാം എന്തോ എഞ്ചിനീയറിംഗ് ചെയ്ത് നാം ഉണ്ടാക്കി എടുക്കുന്ന സാധനമല്ല ഈ ഐക്യത എന്ന് This പറയുന്നത്. unity is not something you create on your own, പക്ഷെ ഈ ഐക്യത ദൈവം നൽകി തരുന്നതാണ്. but God gave this unity. നമ്മുടെ ഉത്തരവാദിത്വം എന്താന്ന് വെച്ചാൽ ഈ ലഭിച്ച ഐക്യത നാം കാക്കണം. But the responsibility that we have is to keep this unity. സാത്താന്റെ ഉദ്ദേശം എങ്ങനെങ്കിലും ഐക്യത നഷ്ടപ്പെടുത്തണമെന്നാണ്. But the devil wants us to destroy that unity. എങ്ങനെങ്കിലും അവിടെ ഒരു ചിഹ്ന ഭിന്നമാക്കണം, ഐക്യത എടുത്തു കളയണം സാത്താന്റെ ഉദ്ദേശം. Devil wants to destroy the unity and break it in pieces. പുറത്തു നിന്ന് സാത്താൻ ഇത് പറ്റാത്തതുകൊണ്ട് അകത്തു നിന്ന് ഐക്യത എങ്ങനെ തകർക്കാം എന്ന് സാത്താൻ എപ്പോഴും The ശ്രമിക്കാറുണ്ട്. enemy isn't able to do it on the outside, so he does it inside the church. അപ്പോൾ നാം മനസ്സിലാക്കേണ്ടത് ഐക്യത കാക്കേണ്ടത് വളരെ പ്രാധാന്യമുള്ള വിഷയമാണ്. So it is very important that you keep the unity of the church. പക്ഷേ എല്ലാ ഐക്യതയും ദൈവത്തിൽ നിന്നുള്ള ഐക്യതയല്ല. അത് നിങ്ങൾക്കറിയാമോ? But every unity is not from God. Do you know that? നാം വിചാരിക്കും ഐക്യത അത് നല്ല കാര്യമല്ലയോ? You think that unity is a great പക്ഷേ thing. എല്ലാ ഐക്യതയും ദൈവത്തിൽ നിന്നല്ല. Every unity is not from God. പോസിറ്റീവ് ഐക്യതയുമുണ്ട്, നെഗറ്റീവ് ഐക്യതയുമുണ്ട്. There's a positive unity and a negative unity. യെരിഹോ മതിലിന്റെ ചുറ്റും ഇസ്രായേൽ മക്കൾ ഐക്യതയോടെ നടക്കുവാനിടയായി. Around the walls of Jericho, there was a positive unity. ആമേൻ. അവര് ദൈവത്തെ അനുസരിച്ച് ഐക്യതയോടെ നടന്നപ്പോൾ ദൈവം അവർക്ക് ജയം And കൊടുക്കുവാനിടയായി. when they obedient to God, they received the deliverance. പക്ഷേ ബാബേൽ ഗോപുരം പണിയുവാനും ജനം ഐക്യതയോടെ വരുവാനിടയായി. But the Tower of Babel, they were also united. പക്ഷേ അതൊരു തെറ്റായ ഉദ്ദേശത്തിന് വേണ്ടിയാണ് അവർ ഐക്യതപ്പെട്ടത്. But they had a different motive at that time. യോസേഫിനെ കൊന്നുകളയുവാൻ തന്റെ സഹോദരന്മാർ ഐക്യമതപ്പെടുന്നതായി നമുക്ക് കാണുവാൻ We see കഴിയും. Joseph's siblings wanted to kill him in unity. ആമേൻ. അപ്പോൾ നമുക്ക് മനസ്സിലാകാൻ കഴിയും എപ്പോഴും ഐക്യത നല്ലതാകണമെന്നൊന്നുമില്ല. But that means that unity is not always positive. ശരിയായ ഐക്യത ദൈവത്തിൽ കേന്ദ്രീകരിക്കും, ദൈവവചനത്തിൽ The കേന്ദ്രീകരണമായിരിക്കും. true unity is dictated by the word of God and by God. ആമേൻ. പുതിയ നിയമത്തിൽ നാം നോക്കുകയാണെങ്കിൽ If we look in the New Testament, അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ നാം വരുമ്പോൾ in Acts chapter 2, ആമേൻ അവിടെ നാം വായിക്കുന്നത് അവരെല്ലാം ഒരിടത്ത് ഒരേ മനസ്സോടെ കൂടി വന്നതായി നാം വായിക്കുന്നുണ്ട്. they all came together with one accord in one place. അത് കർത്താവായ യേശുക്രിസ്തു അവരോട് പറഞ്ഞിട്ട് പോയത്
ഏതാണ്? നിങ്ങൾ ഇവിടെ വാങ്ങി ഇരിക്കണമെന്ന്. Jesus Christ commanded them to stay in this place. അതനുസരിച്ച് അവർ ഐക്യത്തോടെ അവിടെ കൂടി They വരികയായിരുന്നു. were obedient in faith and stayed. ആ ഐക്യത്തോടെ അവർ കൂടി വന്നപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? What happened when they had that in unity? അങ്ങനെ ഒരു ഐക്യത്തോടെ വന്നപ്പോൾ അവിടെ ഒരു ഉണർവ് When നടക്കുവാനിടയായി. that unity happened, there was the power of the Holy Spirit. അങ്ങനെ ഒരു ഐക്യത്തോടെ നിന്നപ്പോൾ അവിടെ അത്ഭുതങ്ങൾ നടക്കുവാനിടയായി. Miracles happened with that അങ്ങനെ unity. ഒരു ഐക്യത്തോടെ അവർ കൂടി വന്നപ്പോൾ അവിടെ രക്ഷ വെളിപ്പെടുവാനിടയായി. We see salvation happen with that അങ്ങനെ ഒരു unity. ഐക്യത്തോടെ കൂടി വന്നപ്പോൾ അവിടെ വളർച്ച There ഉണ്ടാകുവാനിടയായി. was growth with that unity. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, ദൈവത്തെ അനുസരിച്ച് നാം ഐക്യതയോടെ വരുമ്പോൾ അതിന്റെ നടുവിൽ പ്രവർത്തിക്കുന്ന ഒരു ശക്തനായ ദൈവമുണ്ട്. God Almighty will able to work in the positive unity what you have. അമ്മേ, ഒരു രസകരമായ ഒരു ചിന്ത ഞാൻ നിങ്ങളോട് പറയട്ടെ. I want to share a small thought with you. പൗലോസും ശീലാസും കാരാഗൃഹത്തിലാണ്. Paul and Silas were in jail. ഫിലിപ്പിയ കാരാഗൃഹത്തിലാണ്. They were in a Philippian jail. ആമേൻ. അവര് കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ അന്യോന്യം അവർ വഴക്കിട്ടില്ല. And they didn't cause fights amongst them. ആമേൻ. കാരാഗൃഹത്തിൽ കിടന്നപ്പോൾ എങ്കിൽ അവര് വായിക്കുന്നത് അവർ ദൈവത്തെ ആരാധിച്ചെന്നാണ് വായിക്കുന്നത്. In the jail they worshipped. ആമേൻ. അവിടെ പൗലോസും ശീലാസും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആർഗ്യൂ ചെയ്തൊന്നുമില്ല. Paul and Silas didn't argue amongst them. ആമേൻ. ശീലാസിനാണെങ്കിൽ വേണമെങ്കിൽ പൗലോസിന് പൗലോസ് വേണമെങ്കിൽ ശീലാസിനോട് പറയാം, നീ എന്തിനാണ് നിൽക്കാൻ പോയത്? Paul could have said to Silas, why did you stand up like that? ആമേൻ. അപ്പോൾ ശീലാസ് തിരിച്ചു പറയും, ഞാനൊന്നും ഇന്നെന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഉടനെ ഒരു ഭൂതശാന്തി ശുശ്രൂഷ ചെയ്യാൻ നിന്നോട് ആരാ പറഞ്ഞത്? And Silas said, who's told you to break out demons? ആമേൻ. അങ്ങനെ അന്യോന്യം നീ ഭൂതശാന്തി ചെയ്തുകൊണ്ടല്ലേ ഞങ്ങൾ ഇപ്പൊ ഇവിടെ വന്ന് നമ്മൾ ഇവിടെ കിടക്കുന്നത്? You cast out demons, that's why we're in jail. ആമേൻ. ആരോട് ചോദിച്ചിട്ടാണ് ആ പെണ്ണും അവിടെ കിടന്ന് പറഞ്ഞു നമുക്ക് പൊക്കൂടായിരുന്നു? Who cares if that woman was doing അങ്ങനെയൊന്നും whatever she അവരെ was? അന്യോന്യം ബ്ലെയിം ചെയ്യാൻ പോയില്ല. പക്ഷെ കാരാഗ്രഹത്തിൽ കൈരങ്ങൾ ആമത്തിലാണെങ്കിലും വേദന ശരീരത്തിലുണ്ടെങ്കിലും അവർ ഒരുമിച്ച് നിന്നുകൊണ്ട് ദൈവത്തെ ആരാധിക്കുവാനിടയായി. Paul and Silas didn't blame each other, they stood in unity, and that's why God did the പ്രിയ deliverance. ദൈവമക്കളെ, കുറ്റപ്പെടുത്തുവാനാണെങ്കിൽ അനേക കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുവാൻ കഴിയാം. പക്ഷേ ഒന്ന് ഐക്യമപ്പെട്ട് സഭ ദൈവത്തെ ഒന്ന് ആരാധിക്കുമെങ്കിൽ അതിന്റെ നടുവിൽ വിടുതലുകൾ ചെയ്യുവാൻ ഇന്നും ദൈവം വിശ്വസ്തനത്രേ. We can easily blame each other, but if we're in unity, God can do ഇന്നും miracles in our life. ചങ്ങലകൾ പൊട്ടിക്കുവാൻ ഈ ദൈവം ശക്തനത്രേ. God is able to break chains today. ഐക്യതയുടെ മുമ്പിൽ ഒരു ചങ്ങലകളും മുറുകി നിൽക്കുന്നില്ല. No chains can stand against your unity. ഐക്യമത്യപ്പെട്ട് ആരാധിച്ചപ്പോൾ അടിസ്ഥാനങ്ങൾ കുലുങ്ങിയിട്ടുണ്ട്. If you worship in unity, the earth will move. ഇന്ന് നാം സഭയുടെ ബന്ധത്തിലാ പറയുന്നെങ്കിലും കുടുംബത്തിലും ഐക്യതമിട്ട് ഒന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, If we talk about the church, if your family stands united in prayer, ഭാര്യയും ഭർത്താവും ഒന്ന് ഐക്യമപ്പെട്ടൊന്ന് പ്രാർത്ഥിക്കുകയാണെങ്കിൽ, husband and wife pray together in unity, കുടുംബത്തിൽ കുഞ്ഞുങ്ങളും മാതാപിതാക്കളും ഒന്ന് യുണൈറ്റഡ് ആകുകയാണെങ്കിൽ, parents and kids are united, അതിന്റെ അകത്ത് അത്ഭുതം ചെയ്യുവാൻ ഈ ദൈവം God വിശ്വസ്തനാണ്. is faithful to do miracles. വിശ്വസിക്കുന്ന എത്ര പേര് ഇന്ന് പകൽക്കാലമുണ്ട്? അക്കരങ്ങൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ കഴിയുമോ? ഒന്ന് യുണൈറ്റഡ് ആയി കഴിഞ്ഞാൽ അവിടെ സാത്താന്റെ ഒരു തന്ത്രവും If നടക്കുകയില്ല. you're united, no weapon can stand against you. ആമേൻ. Amen. ഹല്ലേലൂയ. Praise God. ദൈവസഭയെ തകർക്കുവാൻ പിശാച് ഉപയോഗിക്കുന്നതാണ് ഡിസ്യൂണിറ്റി എന്ന് പറയുന്നത്. Disunity is Satan's number one enemy against the church. ആമേൻ. അതുകൊണ്ടാണ് ഒന്നാമതായി നാം കാക്കേണ്ടത് യൂണിറ്റി. The first thing we should protect is our ഈ unity. യൂണിറ്റി കാക്കുമ്പോൾ അതിനോടൊപ്പം കാക്കേണ്ട ഒരു സംഭവമാണ് റിലേഷൻഷിപ്പ്, ബന്ധങ്ങളും. As you protect unity, you should also protect your relationships. ആമേൻ. ഇത് രണ്ടും പ്രാധാന്യമുള്ളതാണ്. Both of these have significance. ആമേൻ. ചിലയിടത്ത് ഭയങ്കര യൂണിറ്റിയാണ്, പക്ഷെ ഒരു ബന്ധവുമില്ല. Some people have unity, but they have no relationships. ആമേൻ. അവർ ഭയങ്കര യുണൈറ്റഡ് ആണ്, They're very united. പക്ഷെ ഒരു ബന്ധവുമില്ല. There's no relationship. ആമേൻ. വേറെ ചിലയിടത്ത് Some other places, ഭയങ്കര ബന്ധമാണ്, they have a lot of relationships, പക്ഷെ അന്യോന്യം ഒരു യൂണിറ്റിയുമില്ല. but they have no unity amongst themselves. ഒന്ന് ശ്രദ്ധിച്ചേ പ്രിയ മക്കളെ. Can you pay attention here? 12 ശിഷ്യന്മാരുണ്ടായിരുന്നു കർത്താവിന്. Jesus had 12 disciples. 12 പേർക്കും 12 സ്വഭാവം ഉണ്ടായിരുന്നു. All 12 of them have different characters. വേറെ ഒരാൾ പറഞ്ഞു ഒരാൾക്ക് 2 സ്വഭാവം വീതം ഉണ്ടെന്ന്. And one person said that some of the disciples had 2 different Not characters. some, everybody had. Everybody had 2 different characters. രാവിലെ ഒരു സ്വഭാവം, രാത്രിയിലെ ഒരു സ്വഭാവം. Morning attitude and evening അങ്ങനെ attitude. ആൾക്കാരെ നമ്മളും കണ്ടിട്ടില്ലേ? And you haven't seen രാവിലെ this കണ്ട people. ആളെ എല്ലാവർക്കും രാത്രിയിൽ. The morning person is not the same people അപ്പം you see in the 12 evening. ശിഷ്യന്മാരുണ്ടെങ്കിൽ 24 സ്വഭാവങ്ങളുമാണ്. And if you have 12 disciples, there's 24 different അതിൽ attitudes.
ചില ആൾക്കാർ അതിലെ ചില ശിഷ്യന്മാർക്ക് സ്ഥാനം ഇപ്പൊ എപ്പോഴും പൊസിഷൻ വേണമെന്നൊരു Some ആഗ്രഹം. of the disciples wanted positions. വേറെ ചില ശിഷ്യന്മാർക്ക് ഒപ്പീനിയൻ പറയണം, അവർക്ക് ഒപ്പീനിയൻ ആണ്. Some of the disciples were opinionated. അവർക്ക് ഒപ്പീനിയൻ വേണം. അപ്പൊ മലയുടെ മേളിൽ പോയപ്പോ പറഞ്ഞു നമുക്ക് ഇവിടെ എന്റെ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ നമുക്ക് ഇവിടെ കൂടാരം അടിക്കാം. And so they were in the mountain, they wanted to build a temple there. അങ്ങനെ ഭയങ്കര ഒപ്പീനിയൻ പറയുന്ന ശിഷ്യന്മാരുണ്ട്. There were some opinionated disciples. വേറെ ഒരു ശിഷ്യൻ ഉണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യത്തിലും കൂടെ നടക്കും, പക്ഷെ തരം കിട്ടിയപ്പോൾ ബിട്രേ ഉറ്റിക്കൊടുക്കും. And we see there was a disciple that walked along and carried the money and he betrayed Jesus. വേറെ ചില ശിഷ്യന്മാർക്ക് എപ്പോഴും ഫുഡിന്റെ കാര്യം മാത്രമേ ഉള്ളായിരുന്നു. And some of the disciples were all about food. ശമരിയെ പോയപ്പോഴും അവിടെ വിശന്നിരിക്കല്ലോ, നമുക്ക് ഫുഡ് വാങ്ങിക്കാൻ പോവാം. And while they were in Samaria, they were hungry. ആൾക്കാർ കൂടിയിരുന്നപ്പോൾ അവർ ആദ്യം നോക്കുന്നത് എവിടെ ഏത് റെസ്റ്റോറന്റ് ആണ് റിവ്യൂ ഉള്ളത്. അപ്പം അറിഞ്ഞു ഇപ്പൊ ഇരുട്ടുന്നത് ആ കട അടയ്ക്കുന്ന മുമ്പ് എല്ലാരും പറഞ്ഞു വിടാം അവർ പോയി ഫുഡ് കഴിച്ചോട്ടെ. In Samaria they were worried about what food they're going to eat amongst these people. അങ്ങനെ ചില ശിഷ്യന്മാരുണ്ടായിരുന്നു. There's some disciples like that. വേറൊരു ശിഷ്യൻ കൂടെ നടക്കും, എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു, പക്ഷെ സമയം കിട്ടിയപ്പോൾ വാളെടുത്ത് ഒരൊറ്റ വെട്ടി. And we see there was a disciple that had a chance to cut the ear of a പണ്ടും sword. വെട്ടുന്ന ആള് തന്നെയായിരുന്നു, പക്ഷെ 3.5 വർഷക്കാലം വലിയ ടച്ച് ഇല്ലാതെ പോയി. 3.5 വർഷക്കാലം കഴിയുമ്പോൾ വെട്ടി, അപ്പോൾ തല വെട്ടുന്ന ചെവിയാണ് പോയത്, ടച്ച് വിട്ടുപോയോ. I don't know. 3.5 years with Jesus, he cut the ear of that person. തല തെറ്റിപ്പോയി. It missed the mark. വേറെ ചില ആൾക്കാർ എപ്പോഴും മണി ഫൈനാൻസ് ചിന്തിക്കുന്ന എപ്പോഴും അതിനെ കുറിച്ചാണ്. Some of the disciples were all about money. ഇത് എങ്ങനെ വിറ്റായിരുന്നെങ്കിൽ ഇത്രയും കാശ് ഇട്ടായിരുന്നു, എന്തിനാ വേസ്റ്റ് ചെയ്തേ, എപ്പോഴും മണി ഇങ്ങനെ ചിന്തിക്കുന്നു. And they were all money minded, some of them. അപ്പോൾ 12 ശിഷ്യന്മാരിൽ ഇത്രയും ഉണ്ടായിരുന്നെങ്കിൽ ഒന്ന് ചിന്തിച്ച ഒരു 500 പേര് കൂടുന്ന ഒരു സഭയിൽ. When you think about the 12 disciples, if they were like this, think about a 500-member church. കാൽവറി അസംബ്ലി അല്ല, Not Calvary. സീരിയസ് പറഞ്ഞ പൊതുവേ As a whole, മനുഷ്യർക്ക് വ്യത്യസ്ത സ്വഭാവങ്ങളുണ്ട്. people have different characteristics. ഒന്നും വേണ്ട, നിങ്ങളുടെ വീട്ടിൽ തന്നെ ഭാര്യയും ഭർത്താവും നിങ്ങൾക്ക് വ്യത്യസ്ത സ്വഭാവമില്ലേ? Just look at your own family, husband and wife. അതുകൊണ്ട് എപ്പോഴും ഒരു ഒഫൻസും ബിറ്റർനെസ്സും അത് റിയാലിറ്റിയാണ്. Bitterness and offenses are reality. പക്ഷേ ഇതിനെ എങ്ങനെ നമുക്ക് നേരിടുവാൻ കഴിയും? But how can we go against it? ഇത് കർത്താവ് മുമ്പേ അറിഞ്ഞുകൊണ്ട് ഇതിന് ഒരു മറുപടി ബൈബിളിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. Jesus has given a response in the Word of God. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 15 മുതൽ 17 വരെ ഇതിനൊരു മെഡിക്കേഷനും കർത്താവ് കൊടുത്തിട്ടാ പോയത്. Gospel of Matthew chapter 18 verse 15 and 17, that's where we read. ഇത് പറയത്തില്ല, ഒരു ഒറ്റമൂലി എന്ന് പറയത്തില്ല, അതുപോലെ ഒരു ഒറ്റമൂലി കൊടുത്തിട്ടാ പോയത്. And he gave a thread there. ഇപ്രകാരം വായിക്കുന്നു അവിടുത്തെ ആദ്യത്തെ വാക്യം, if your brother or sister sin, go and point out their fault just between the two of you. ഒന്ന് വായിക്കാമോ മലയാളത്തിൽ എന്തുവാണെന്ന്? നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവനും ബോധം വരുത്തുക. ഒന്ന് മതി. നീയും അവനും മാത്രമുള്ളപ്പോൾ അവന്റെ അടുത്ത് പോയി കുറ്റമൊന്ന് പറയുക. If your brother or sister sins, go and point out their fault just between the two of you. ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട കാര്യമാണ്. Please pay attention very carefully. അതിനുശേഷം വേറെയും കുറെ സ്റ്റെപ്സ് പറയുന്നുണ്ട്. And there's more steps there. പക്ഷേ ആദ്യത്തെ സ്റ്റെപ്പാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. This first step is the most important. പലപ്പോഴും ഈ സ്റ്റെപ്പ് നമ്മൾ മറന്നുപോകും. Many times we forget this step. നമ്മൾ അടുത്ത സ്റ്റെപ്പുകളിലേക്ക് അങ്ങ് പെട്ടെന്ന് പോകും. We go to the next steps. അവിടെ പറഞ്ഞിരിക്കുന്നത് വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. It's very clear, the Word of God. എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ, if there is a problem, privately and directly to that person. Privately and directly to that person. പ്രശ്നമുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ഗ്രൂപ്പ് ചാറ്റ് ഉണ്ടാക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. Don't create a group chat. പെട്ടെന്ന് ഒരു പോസ്റ്റ് ഉണ്ടാക്കാം. We need to create a post. ഒരു ക്യാമ്പയിൻ നടത്തിയാലോ? We can start a campaign. ഒന്നും വേണ്ട, നമുക്ക് പോയി ആ പ്രയർ പാർട്ട്ണറോട് പറയാം. We need to go tell our prayer partner. ചില പ്രയർ പാർട്ട്നേഴ്സ് ഇത് കേൾക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. Some prayer partners are eager to hear. ചില പ്രയർ പാർട്ട്നേഴ്സ് രോഗത്തെക്കുറിച്ച് പ്രാർത്ഥിക്കാൻ താല്പര്യമില്ല, വിടുതൽ പ്രാർത്ഥന, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. ഇങ്ങനത്തെ ചില പ്രയർ പോയിന്റ്സ് ആണ് അവർക്ക് ഇഷ്ടം. Some prayer partners can't only want to do this or pray about this. കേട്ടപാടെ ഈ പ്രയർ പാർട്ട്ണർ പെട്ടെന്ന് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആയി മാറും. And so as he heard that prayer partner becomes an investigative journalist. പക്ഷേ ഇത് തമാശയായി ഞാൻ പറഞ്ഞെങ്കിലും ഇത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. I may say this in humor, but you have to take this very seriously. പഴയ നിയമത്തിൽ ഒരു ഉദാഹരണം നാം കാണുന്നുണ്ട്. In the Old Testament we see an example. ആരും കാണാതിരുന്നപ്പോൾ ദാവീദ് രാജാവാണെങ്കിൽ ഒരു വലിയൊരു തെറ്റ് ചെയ്യുവാനിടയായി. And no one saw David to commit the sin. വലിയൊരു തെറ്റാണ്. He did a big sin. ദാവീദ് രാജാവായിരിക്കെ അഭിഷേകം ലഭിച്ച ദാവീദ് രാജാവ് ഒരു തെറ്റ് ചെയ്യുവാനിടയായി. Anointed king of Israel, David did a sin. ആരും അറിഞ്ഞില്ല. No one knew. പക്ഷേ നാഥാൻ പ്രവാചകന് ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തു. But
prophet Nathan was revealed that. ആ ഒരു കാര്യം ഞാൻ അവിടെ നിന്ന് പറഞ്ഞിട്ടെ, I want to say something ആരും there. കാണുന്നില്ലെന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുമ്പോൾ ചിലതൊക്കെ ദൈവം വെളിപ്പെടുത്തിയും തരും കേട്ടോ. When you do things in secret, sometimes it's revealed to the Holy ആമേൻ. Spirit. പക്ഷേ വെളിപ്പെടുത്തി ലഭിക്കുമ്പോൾ പിന്നെന്താണ് നാഥാൻ അവിടെ ചെയ്തത്? But once it's revealed, what did Nathan do? ആമേൻ. ആ ബത്ശേബയെ ലഭിക്കുവാൻ വേണ്ടി തന്റെ ഭർത്താവിനെ കൊന്ന ഒരു ദാവീദ് രാജാവാണ് നാം ഓർക്കണം. In order David to get Bathsheba, he killed the husband. ആമേൻ. അപ്പോൾ നാഥാൻ ഇത് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ നാഥാനെ കൊന്നുകളയുമെന്ന് ഉറപ്പായിട്ടും അറിയാം. Nathan knows that he may be killed if he tells David പക്ഷേ this. തന്റെ ജീവനെ പോലും ഭയക്കാതെ നാഥാൻ പ്രവാചകൻ എന്താണ് അവിടെ ചെയ്തത്? Nathan wasn't afraid of his life. He did, what did he do? അയ്യേ, ദാവീദ് രാജ് ഇങ്ങനെ ചെയ്തോ, പെട്ടെന്ന് ഫേസ്ബുക്ക് പറഞ്ഞൊരു പോസ്റ്റ് അങ്ങോട്ട് ഇട്ടു. Did Nathan just complete a post on Facebook? അതോ അവിടുത്തെ ഇസ്രായേലിലെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനെല്ലാം ഒരു ഇമെയിൽ അങ്ങോട്ട് അയച്ചോ? Did he send an email to the cabinet ministers? അതോ ഒരു ആ ദാവീദ് രാജാവിന് വേണ്ടി ഒരു റിവ്യൂ പോസ്റ്റ് ചെയ്തോ? Did he put a review about David the അതോ king? നാഥാൻ പ്രവാചകൻ പറഞ്ഞു, അയ്യേ ഞാൻ ഇനി ഇസ്രായേലിൽ ഒരു പ്രവാചകനായിരിക്കാൻ പോകുന്നില്ല, ഇങ്ങനത്തെ ഒരു രാജാവിന്റെ രീതിയിൽ എനിക്ക് വയ്യ, ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ട് നാഥാന്റെ പ്രവാചകൻ പോയോ? Did Nathan say, oh, what a bad king, he's lustful, and why should I തന്റെ go? ജീവന് ഭീതി ഉണ്ടെങ്കിലും നേരിട്ട് രാജാവിന്റെ അടുക്കിലേക്ക് ചെല്ലുവാൻ, Even though Nathan was fearful for his life, he went straight to the king. സ്നേഹത്തോടെ നേരിട്ട് എന്ന് ദാവീദിന്റെ കുറ്റം പറഞ്ഞു കൊടുക്കുവാനിടയായി. In love, he told the faults of David. അതൊരു ബിബ്ലിക്കൽ ഡീലിംഗ് ഓഫ് റെക്കൺസിലിയേഷൻ ആയിരുന്നു. This is a biblical reconciliation. എപ്പോഴും ഒരു ബിബ്ലിക്കൽ റെക്കൺസിലിയേഷൻ എന്ന് പറയുമ്പോൾ When we talk about biblical it is reconciliation, always first private before it becomes public. it's always private before it becomes public. ഇപ്രകാരം ഒരു യഥാസ്ഥാനപ്പെടുത്തൽ അവിടെ നടക്കുവാനിടയായി. This is what happened there. വചനത്തിൽ എപ്പോഴും നമ്മൾ വായിക്കാറുണ്ട്. We always read in the Word of God. ഗലാത്യർക്ക് ലേഖനം 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. Galatians chapter 6 verse 1, it reads like ആമേൻ. this. അവിടെ ഇപ്രകാരമാണ്, സൗമ്യതയുടെ ആത്മാവിൽ നാം മറ്റുള്ളവരെ യഥാസ്ഥാനപ്പെടുത്തണമെന്ന് നാം വായിക്കുന്നുണ്ട്. He said you should restore the person gently when they're in sin. ആമേൻ. എന്തിനു വേണ്ടിയാണ് നാം ഒരു വ്യക്തിയെ ദീർഘക്ഷമയോടും സൗമ്യതയോടും യഥാസ്ഥാനപ്പെടുത്തുന്നത്? Why should you be patient with your brothers and sisters in sin when they're in sin? ആമേൻ. കാരണം എന്ന് വെച്ചാൽ ഇപ്രകാരം ഒരു യഥാസ്ഥാനപ്പെടുത്തുന്നത് ശിക്ഷിക്കുവാൻ വേണ്ടിയല്ല, പക്ഷെ ആ ഒരു വ്യക്തിയെ നേടുവാൻ വേണ്ടിയാണ്. It's not to punish that individual in sin, but it's to bring them back to the grace പ്രിയ of God. ദൈവമക്കളെ, കർത്താവ് ഇപ്രകാരം പറഞ്ഞു, ഹല്ലേലൂയ, ആ കുറവ് ഇല്ലാത്തതായി ആരുമില്ല. Jesus says none of you have no sin. പക്ഷെ ഒരു വ്യക്തിക്ക് പ്രശ്നമുണ്ടെന്നറിഞ്ഞാൽ ആ വ്യക്തിയെ ശിക്ഷിക്കാതെ വേണം ചേർത്ത് നിർത്തി യഥാസ്ഥാനപ്പെടുത്തുകയാണ്. But Jesus says to gently be with that person. ആമേൻ. ദാവീദ് രാജാവിനെ യഥാസ്ഥാനപ്പെടുത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? What happened when David was confronted? 2 ശമൂവേൽ 11-ാം അധ്യായത്തിൽ ചെയ്ത തെറ്റിന് സങ്കീർത്തനം 51 വരുവാനിടയായി. 2 Samuel 11, we got a Psalm number 51 as a result. ആമേൻ. ആ സങ്കീർത്തനത്തിൽ ദാവീദ് നിലവിളിച്ചുകൊണ്ട് പറയുകയാണ്, എൻ്റെ ഹൃദയത്തെ ഒന്ന് ശുദ്ധീകരിച്ച് ഒരു നിർമ്മലമായ ഒരു ഹൃദയവും തന്റെ ആത്മാവിനെ എന്നെ ഒന്ന് വീണ്ടും യഥാസ്ഥാനപ്പെടുത്തണമേ എന്ന് കരഞ്ഞ് നിലവിളിക്കുന്ന ഒരു ദാവീദിനെ നമുക്ക് കാണുവാനിടയാകും. David is crying in Psalm 51, create in me a clean heart, please don't cast me away. ആമേൻ. അപ്പോൾ യഥാസ്ഥാനത്തിന്റെ ഉദ്ദേശം ഒരിക്കലും ശിക്ഷിക്കുവാൻ വേണ്ടിയല്ല, ഒരുവനെ നേടുവാനത്രേ. Confrontation is not to punish, but it is to redeem, bring them back. ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, സംരക്ഷിക്കേണ്ടത് ഐക്യതയും ബന്ധവുമാണ്. We see that in order to save, you need to have a relationship and restoration. ദൈവമക്കളെ, ഒരു ബന്ധവും ഇല്ലാത്ത നമ്മളെ ദൈവം വില കൊടുത്ത് നമ്മളെ ദൈവം കൂട്ടിച്ചേർത്തതാണ്. We didn't have any relationship with Jesus, but he died and paid a price for each of നാം us. എല്ലാവരും കാട്ടൊലിവായി ഇരുന്നവരാണ്, നാശത്തിന് വേണ്ടി യോഗ്യരായിരുന്നു. പക്ഷെ ദൈവം ക്രിസ്തു കാൽവറിയിൽ ചൊരിഞ്ഞ രക്തമുഖാന്തരം നമ്മളെ സഭയിൽ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഐക്യതയും ഇതിന്റെ ബന്ധവും കാത്തു സൂക്ഷിക്കുവാൻ നമുക്കൊരു We were ഉത്തരവാദിത്തമുണ്ട്. all just weeds in the wilderness, but Jesus by his blood adopted us as his children. രണ്ടാമതായി നാം കാത്തു സൂക്ഷിക്കേണ്ടത് സഭയുടെ സാക്ഷ്യമാണ്. The second thing we should protect is the testimony of the church. ആമേൻ. ശ്രദ്ധിക്കണം പ്രിയ ദൈവമക്കളെ. Please pay attention. ആമേൻ. ഈ ഭക്ഷണം ചീത്തയായി പോയെന്ന് വിചാരിച്ചോ? Imagine your food got spoiled. നിങ്ങൾ നന്നായി ആ സമയമെടുത്ത് ഉണ്ടാക്കിയ ഒരു ഭക്ഷണമാണ്, Imagine you spent a lot of time cooking പക്ഷേ അത് ചീത്തയായി പോയി. and that just became spoiled. പക്ഷേ ഈ ചീത്തയായ ഭക്ഷണവും But that spoiled food, നല്ലോണം ഒരു കാസറോളിലാക്കി and you put it in a ആ casserole, കാസറോൾ നല്ലോണം റാപ്പ് ചെയ്ത് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യുവാൻ കഴിയും. you can present it in a casserole. ആമേൻ. നല്ലോണം ഗാർണിഷ് ഒക്കെ ചെയ്ത് അത് നല്ലോണം കാസറോൾ പ്രസന്റ് ചെയ്യുവാൻ You can കഴിയും. garnish it and present it well. പക്ഷേ അതൊന്ന് തുറന്നു കഴിയുമ്പോഴാണ് അതിന്റെ ആ ഒരു ഗന്ധം നമുക്ക് ലഭിക്കുന്നത്. When you open that, you'll see what the smell and the stink is. അതുപോലെ തന്നെയാണ്
That's the same way. നമുക്ക് നല്ലോണം wrap ചെയ്ത് വെക്കുവാനൊക്കെ കഴിയും. We can wrap well. ആമേൻ. പക്ഷേ ഒന്ന് അൺറാപ്പ് ചെയ്യുമ്പോഴാണ് ഇതിന്റെ ഗന്ധം പുറത്തു വരുന്നത്. And when you unwrap it, you'll see what's പുറമേ inside. നമുക്ക് സഭ കെട്ടിടമൊക്കെ നല്ലോണം wrap ചെയ്ത് മനോഹരമാക്കി വെക്കാം. പക്ഷേ ഒന്ന് അൺറാപ്പ് ചെയ്യുമ്പോഴാണ് അകത്ത് ഗന്ധമാണോ സൗരഭ്യവാസനയാണോ എന്ന് മനസ്സിലാവുന്നത്. On the outward, when you unwrap things, you can see whether it's stinky or it's an aroma. പൗലോസ് ഇപ്രകാരം പറയുന്നു, ഓരോ വിശ്വാസികളും ക്രിസ്തുവിന്റെ സൗരഭ്യവാസനയാകുന്നു. Paul says that each of you are the aroma of Christ. ആമേൻ. വ്യക്തിപരമായിട്ടുള്ള പേഴ്സണൽ അരോമയല്ല, പക്ഷെ ക്രിസ്തുവിന്റെ സൗരഭ്യവാസന എന്നാണ് Not an പറയുന്നത്. individual aroma, but the aroma of Christ Jesus. സഭയുടെ സൗരഭ്യവാസന അല്ലെങ്കിൽ സഭയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? What is the church's testimony? ആമേൻ. സഭയുടെ കെട്ടിടമാണോ? Is it the building? അതോ സഭയുടെ മ്യൂസിക് ആണോ? Is it the music? അതോ ഇവിടെ നല്ല ടെക്നോളജി ഉണ്ട് അതാണോ? Is it the technology? പക്ഷെ ഇതൊന്നുമല്ല സഭയുടെ സാക്ഷ്യം എന്ന് പറയുന്നത്. It's not any of this. സഭയുടെ സാക്ഷ്യം എന്ന് പറയുന്നത് The testimony of the church. അവിടെ ക്രിസ്തുവിന്റെ പരിജ്ഞാനം എത്രത്തോളം, നോളജ് ഓഫ് ക്രൈസ്റ്റ് എത്രത്തോളം How ഉണ്ടെന്നാണ്. much knowledge of Christ do you അവിടെ have? സഭയ്ക്കകത്ത് ക്രിസ്തുവിന്റെ വിശുദ്ധി എത്രത്തോളം ഉണ്ട് It's the എന്നാണ്. holiness of the church. ക്രിസ്തുവിന്റെ സ്നേഹം എത്രത്തോളം ഉണ്ട് അതാണ് ക്രിസ്തുവിന്റെ ആ ഒരു സഭയുടെ സാക്ഷ്യം എന്ന് How പറയുന്നത്. much of Christ's love do you present? That's the അതുകൊണ്ടാണ് testimony. കർത്താവായ യേശുക്രിസ്തു പറയുന്നത്, നിങ്ങൾ എന്റെ ശിഷ്യരാന്ന് ലോകം അറിയുന്നത് നിങ്ങളുടെ സ്നേഹം കണ്ടുകൊണ്ടാണ്. Jesus said, that's why you are my disciples and people should see Christ through your love. ആമേൻ. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, So child of God listening to എത്ര me, വലിയ മനോഹരമായ കെട്ടിടമുണ്ടെങ്കിലും, no matter how big the building is, എത്ര നല്ലോണം ഇത് wrap ചെയ്യുവാൻ no കഴിയുമെങ്കിലും, matter how big you wrap it, അകത്ത് ഐക്യതയില്ലെങ്കിൽ, if there's no unity inside, ബന്ധമില്ലെങ്കിൽ, there's no relationship, വിശുദ്ധിയില്ലെങ്കിൽ, there's no holiness, സ്നേഹമില്ലെങ്കിൽ, there's no love, ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനമില്ലെങ്കിൽ, if there's no knowledge of ആ Christ, സഭയിൽ സാക്ഷ്യവുമില്ലായിരിക്കും. there is no testimony for that church. ആമേൻ. ഇന്നെന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, Child of God listening to me, കർത്താവിന്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ട എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, all of you listening to me that bought by the ആ blood, കാൽവറി ക്രൂശിൽ കർത്താവ് തന്റെ അവസാന തുള്ളിയോളം നമുക്ക് വേണ്ടി ചിന്തി തന്നു എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, if you have confidence that he shed every blood ആ on the cross of ദൈവമക്കൾ Calvary, മാത്രമൊന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ can you കഴിയുമോ? praise God just for that? അങ്ങനെ നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ, If you have that confidence that you've been bought, നമുക്ക് ഓരോരുത്തർക്കും ഒരു ഉത്തരവാദിത്വമുണ്ട് ആ ക്രിസ്തുവിന്റെ we സൗരഭ്യവാസനയാകുവാനും. all have a responsibility to become the aroma of പുറമേ Christ. ഉള്ളവർ നമ്മളെ നോക്കുമ്പോൾ എന്താണ് പറയുന്നത്? What do people on the outside see? കാൽവറിയിലെ വിശ്വാസികൾ അല്ലെങ്കിൽ സഭയെ നോക്കുമ്പോൾ എന്താണ് ലോകക്കാർക്ക് പറയുവാനുള്ളത്? What does the world see when they see you ഓ, at Calvary കൊള്ളാം. Assembly? എല്ലാം നല്ല അടിപൊളിയായിരിക്കുന്നു. Everything is very nice. ആ അടിപൊളിയായിട്ടുള്ള പാസ്റ്റർമാർ അവർക്കുണ്ട്, You have great pastors. അടിപൊളി വിശ്വാസികളുണ്ട്. You have a great believer. അതെല്ലാം നല്ലതാണ്. That's all great. പക്ഷേ അതിലും ഉപരിയായി But beyond that, ഓരോ വിശ്വാസികളിൽ നിന്നും in every believer, ലോകത്തിന്റെ ഗന്ധമാണോ വരുന്നത്? is it the aroma of Christ? അതോ ലോകത്തിന്റെ ഗന്ധമാണോ വരുന്നത്? Or is it the stink of this world? അതോ ക്രിസ്തുവിന്റെ സൗരഭ്യമാണോ നാം ലോകത്തിലേക്ക് Or പരത്തുന്നത്? is it the aroma of Christ that's presented? ക്രിസ്തുവിന്റെ സൗരഭ്യം പരത്തുവാൻ ആഗ്രഹമുള്ള ദൈവമക്കൾ ഒന്ന് ദൈവത്തെ Those സ്തുതിച്ചാട്ടെ. who desire to be the aroma of Christ, praise God this ഇന്ന് morning. പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് ഞാൻ പറയട്ടെ, Child of God listening to നിന്നെ me, വിലയ്ക്ക് വാങ്ങി സഭയാം തോട്ടത്തിലാക്കി വെച്ചിരിക്കുന്നത് നിന്റെ അരോമ പരത്തുവാനല്ല, ക്രിസ്തുവിന്റെ അരോമ പരത്തുവാനത്രേ. God has bought you at a price to present the aroma of Christ Jesus in this world. ആമേൻ. വേഗത്തിൽ ഞാൻ പോകട്ടെ. Let me go quickly. ഒന്നാമതായി നാം സംരക്ഷിക്കുന്നത് ഐക്യതയും ബന്ധവുമാണ്. The first thing to protect is unity relationship. രണ്ടാമതായി നാം സംരക്ഷിക്കേണ്ടത് സഭയുടെ സാക്ഷ്യമാണ്. The second thing is protecting the testimony of ഇതിൽ the church. ഒരുപാട് കാര്യങ്ങൾ പറയുവാൻ ഉണ്ടെങ്കിലും ഞാൻ സമയത്തിന് പകരമാണ് ഞാൻ വേഗത്തിൽ പോകുന്നത്. I'm going quickly. മൂന്നാമതായി നാം സംരക്ഷിക്കേണ്ടത് The third thing that we protect, സഭയുടെ മിഷൻ എത്രേ. it's the mission of the church. സഭയുടെ ദൗത്യം നാം സംരക്ഷിക്കേണ്ടത് We ആവശ്യമാണ്. have to protect the mission of the നാം church. കഴിഞ്ഞ ആഴ്ചയും ഇന്ന് പകൽക്കാലവും ഒക്കെ ഒരുപാട് സാക്ഷ്യങ്ങളും മിഷൻ റിപ്പോർട്ട്സ് ഒക്കെ നാം കേൾക്കുവാനിടയായല്ലോ. Last week and this week we hear many testimonies on അതൊക്കെ this കേൾക്കുമ്പോൾ church. ഞാൻ ദൈവത്തെ ഒരുപാട് സ്തുതിക്കുന്നുണ്ട്. I praise God because of all the glory As a of God. church we need to give thanks that this church stands for the mission of God. We need to thank God for this church standing for the mission of God. എന്താണ് സഭയുടെ മിഷൻ എന്ന് What പറയുന്നത്? is the mission of the church? മിഷൻ പ്രവർത്തനമൊക്കെ നമ്മൾ കേൾക്കും, പക്ഷെ എന്താണ് സഭയുടെ മിഷൻ? We hear about missions, but what is mission? ചില ആൾക്കാർ ചർച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ബിസിനസ് കാർഡ് പ്രിന്റ് ചെയ്യുവാൻ വേണ്ടിയാണ്. Many people start churches to print a business card. ആ ഒരു കൈ കൊടുക്കുമ്പോൾ ഒരു ബിസിനസ് കാർഡ് കൊടുക്കണമല്ലോ. And when you give, you have to give a business card. Right? ഞാൻ തമാശ പറഞ്ഞല്ല, എനിക്ക് ലഭിച്ചിട്ടുണ്ട് അങ്ങനെ ചില ബിസിനസ് കാർഡുകൾ. I've received some business cards like that. ബിസിനസ് കാർഡ് പ്രിന്റ് ചെയ്യുവാൻ വേണ്ടി സഭ ചാർട്ട് ചെയ്ത് വിടുന്നുണ്ട്. And some people
start a church to give a business വേറെ card. ചില ആൾക്കാർ സഭ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് പാസ്റ്റർ എന്ന് ലഭിക്കുവാൻ വേണ്ടി. Some people start a church to become a pastor. ആമേൻ. വേറെ ചില ആൾക്കാർ സഭ സ്റ്റാർട്ട് ചെയ്യുന്നത് കോമ്പറ്റീഷന് വേണ്ടിയാണ്. And some people start a church for competition. ആമേൻ. അടുത്ത് തന്നെ നമ്മൾ അതുപോലെ അതിനൊക്കെ സൂപ്പറായിട്ട്. I want to become better than that church. വേറെ ചില ആൾക്കാർ ചർച്ച് സ്റ്റാർട്ട് ചെയ്തത് ഒരു ലെഗസിക്ക് വേണ്ടിയാണ്. Many people start church because they want a legacy. വലിയപ്പച്ചന് ഒരു ചർച്ച ഉണ്ടായിരുന്നു, അപ്പനൊരു ചർച്ച ഉണ്ട്, ഇനി മകനും ഒരു ചർച്ച വേണമല്ലോ, അതുകൊണ്ട് ഒരു ചർച്ച സ്റ്റാർട്ട് My ചെയ്തു. great grandfather had a church, my father, and then I should have a church. വേറെ ചില ആൾക്കാർ ചർച്ച് സ്റ്റാർട്ട് ചെയ്തത് ടാക്സ് ഇൻസെന്റീവ്സ് കിട്ടാൻ വേണ്ടിയാണ്. Many people start a church for tax incentives. വേറെ ചില ആൾക്കാർ ചർച്ച് സ്റ്റാർട്ട് ചെയ്തത് സോഷ്യൽ സ്റ്റാറ്റസും പ്രസ്റ്റീജിനും വേണ്ടിയാണ്. Many people start church for social status and prestige. ആമേൻ. പുറത്തു പോകുമ്പോൾ 4 പേരോട് പറയുമ്പോൾ പറയണമല്ലോ ചർച്ച ഉണ്ടെന്ന്. Many people, for society's purpose, you need to know. ആമേൻ. എൻ്റെ മോൻ അവിടെ ജോലി ഉണ്ടെങ്കിലും ജോലിയോടൊപ്പം ഒരു ചർച്ചും നടത്തുന്നുണ്ട്. Even though my son has a job, in spite of that, he has a church as well. തെറ്റാന്നല്ല ഞാൻ പറയുന്നത്, വിളിയുള്ള ആൾക്കാർ നടത്തിക്കോട്ടെ, ചെയ്തോട്ടെ. And this is not wrong, but those who have the call, let them പക്ഷേ do ആ that. പേര് കിട്ടാൻ വേണ്ടി ചർച്ച് സ്റ്റാർട്ട് ചെയ്യരുത്. Start a church for name. വേറെ ചില ആൾക്കാർക്ക് ഒരു പുതിയ വെളിപ്പാട് കിട്ടി, Many others received a new revelation, പക്ഷെ അത് എവിടെങ്കിലും പറയുവാൻ അവർക്ക് സ്ഥലമില്ല. but they don't have a place to share it. ചർച്ചിലാണെങ്കിൽ സാക്ഷ്യത്തിനും പ്രബോധനത്തിനും സമയമില്ലല്ലോ. And there's no time for testimony. അപ്പോൾ ഇത് എവിടെങ്കിലും ഇത് സ്പ്രെഡ് ചെയ്യണം, അതിനു വേണ്ടി ഒരു ചർച്ച സ്റ്റാർട്ട് And ചെയ്യാറുണ്ട്. that's why they start their own church. ആമേൻ. അങ്ങനെ ഒരുപാട് കാരണത്തിന് വേണ്ടി ചർച്ച സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ലോകത്ത് നമുക്ക് കാണുവാൻ There's കഴിയും. many reasons why people start their churches. ആമേൻ. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല, വചനത്തിൽ ഇത് നാം കാണുന്നുണ്ട്. We see this in the Word of God. I'm not saying it in vain. ആമേൻ. യെരോബോവാം എന്ന് പറയുന്ന ഒരു രാജാവുണ്ടായിരുന്നു There പഴയ was a നിയമത്തിൽ. Jeroboam king. ആമേൻ. യെരോബോവാം നോക്കിയപ്പോൾ വർഷം തോറും മാസം തോറും ജനങ്ങളെല്ലാം തന്റെ പട്ടണത്തിൽ നിന്ന് യഹൂദയിലേക്ക് യെരുശലേമിലേക്ക് ഉത്സവത്തിന് വേണ്ടി We പോകുകയാണ്. see from Jeroboam's place they would go for a festival. അപ്പോൾ യെരോബോവാൻ ഇങ്ങനെ വിചാരിച്ചു, ഇവരെല്ലാരും യെരുശലേമിൽ പോയി കഴിഞ്ഞാൽ പിന്നെ അവരെല്ലാരും യെരുശലേമിൽ തന്നെ വീട് വാങ്ങിച്ച് അവരെ സെറ്റിൽ ചെയ്യും. And Jeroboam thought that they would all just stay in Jerusalem. ആമേൻ. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇവിടെ തന്നെ ഒരു ചർച്ച് പണിതുകൂടാ? Why can't we build a church here? അതുകൊണ്ട് യെരോബോവാൻ ബഥേലിലും ദാനിലും 2 ചർച്ച് And so പണിയുവാനിടയായി. in Dan and ബഥേൽ. Bethel, he created churches. ആമേൻ. 2 ചർച്ചും പറഞ്ഞു, 2 കാളക്കുട്ടിയെയും 2 ചർച്ചിലും വെച്ചു. And he put 2 golden cattle, calves. in both places. ആമേൻ. ലേവ്യരല്ലാത്ത പുരോഹിതന്മാരെയും ഈ സഭയിൽ പ്രീസ്റ്റ് ആക്കുവാനിടയായി. And they were priests that were not Levites. എന്തിനു വേണ്ടിയാണ് ആ ചർച്ച് വെച്ചത്? Why did he put the church? ആൾക്കാർ യെരുശലേമിൽ പോകാതെ ഇവിടെ തന്നെ നിൽക്കുവാൻ വേണ്ടി. People shouldn't go to Jerusalem, they should stay here. പലപ്പോഴും പല ചർച്ചിലും മിഷൻ സ്റ്റേറ്റ്മെന്റ് പേപ്പറിൽ മാത്രമേ ഉള്ളൂ. Many churches have mission statements just അവർ on paper. വലിയ മിഷനും വിഷനുമായിട്ടാണ് ആരംഭിച്ചത്, പക്ഷെ ഡൗൺ ദ ലൈൻ മിഷൻ എല്ലാം വിട്ടുപോയി. The church just started with the mission and vision, പക്ഷെ but they lost എന്താണ് it. സഭയുടെ ദൗത്യം എന്ന് പറയുന്നത്? But what is the mission of the church? കർത്താവ് യേശുക്രിസ്തു സ്വർഗ്ഗാരോഹണം ചെയ്യുന്നതിന് മുമ്പേ ഒരു വലിയ ദൗത്യം സഭയ്ക്ക് കൊടുക്കുവാനിടയായി. Before Jesus ascended to heaven, he gave a mission. മറ്റൊന്നും ചെയ്തില്ലെങ്കിൽ നിങ്ങൾ പോയി സുവിശേഷം അറിയിക്കണം. But go and preach the gospel. ഇവിടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കുന്ന ഒരു ദൗത്യമാണ് പോയി സുവിശേഷം അറിയിക്കുക. If you've all been redeemed by the blood of Jesus, you should all make disciples. ചുരുക്കം ചില ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല. It's not for a small group of ഇത് people. നമ്മൾ എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ്. This is all for us. പോയി സുവിശേഷം അറിയിക്കുക, Go preach the gospel. ശിഷ്യരാക്കുക, Make disciples. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക, Baptize those. ക്രിസ്തുവിന്റെ അനുസരണത്തിൽ അവരെ ശിഷ്യരാക്കുക, Teach them in the obedience of Christ. ദൈവത്തെ മഹത്വപ്പെടുത്തുക. To give God glory. ഇതാണ് സഭയുടെ ദൗത്യം എന്ന് This is പറയുന്നത്. the mission of the church. ആമേൻ. ഹല്ലേലൂയ. Amen. ഇത് ഈ ദൗത്യവുമായിട്ടാണ് സഭ ആരംഭിച്ചത്. This is the mission that the church started ഒന്നാം with. നൂറ്റാണ്ടിലെ സഭ ആരംഭിച്ചത് ഈ ദൗത്യത്തോടു കൂടിയാണ്. The first century church started with this പക്ഷേ mission. അധികം താമസിക്കാതെ കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ But after some time, സഭയ്ക്കകത്ത് ചില പ്രശ്നങ്ങൾ there were വരുവാനിടയായി. some problems in the church. ആമേൻ. എല്ലാവർക്കും ഒന്നും ഫുഡ് ലഭിക്കുന്നില്ല. Everybody's not getting food. ചില ആൾക്കാർക്ക് ഫുഡ് ലഭിക്കുന്നു, ചില ആൾക്കാർ പട്ടിണിക്ക് പോകുന്നു. Some people are starving, some people don't get food. അപ്പോൾ ഇവർ അപ്പോസ്തലന്മാരുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ട്, ഇത് സോൾവ് ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞു. They came to the apostles and said, you need to solve this അപ്പോൾ problem. അപ്പോസ്തലന്മാര് മേശമേൽ ശുശ്രൂഷിക്കാൻ ചില ആൾക്കാരെ And തെരഞ്ഞെടുക്കുവാനിടയായി. so the apostles designated some people to serve on the table. അപ്പോൾ അവര് ഈ ഫുഡിന്റെ പ്രോബ്ലം നോക്കിക്കോളൂ. And they will look after the food issue. എന്തിനാണ് അങ്ങനെ ചെയ്തത്? Why did they do that? കാരണം അവർക്കറിയാം സഭയ്ക്ക് അതിലും വലിയൊരു ദൗത്യമുണ്ട്, വചനം പ്രഘോഷിക്കുവാൻ വേണ്ടി. They knew the church had a greater mission, and that's to preach the gospel. സഭയ്ക്ക് സുവിശേഷം അറിയിക്കേണ്ട വലിയൊരു ദൗത്യമുണ്ട്. The
church has a greater responsibility to preach the പലപ്പോഴും ഈ gospel. ദൗത്യത്തിൽ നിന്ന് ശ്രദ്ധ മാറ്റുവാൻ വേണ്ടി പിശാച് പല പ്രശ്നങ്ങളും കൊണ്ടുവരും. Many times the enemy takes us പക്ഷേ away from that ഇന്ന് mission. പകൽക്കാലം നമ്മുടെ ആത്മ കണ്ണുകളൊന്ന് തുറന്നുകൊണ്ട് ഇന്ന് പറയാൻ കഴിയുമോ, എത്ര വലിയ Jesus. പ്രതിസന്ധി വന്നാലും ക്രിസ്തുവിന്റെ സഭയുടെ ദൗത്യത്തിൽ നിന്ന് ഞാൻ ഒരു ചുവട് പോലും മാറുകയില്ല. Can we ask God to open our spiritual eyes so that we will not move away from the mission of Jesus Christ? Friends, let me tell you this. Jesus, let me tell you this. Amen. God's mission is bigger than any of our preferences. God's mission is bigger than any of our preferences. നമ്മുടെ എത്ര വലിയ പ്രിഫറൻസ് ആണെങ്കിലും അതിലും വലുതാണ് ദൈവത്തിന്റെ ദൗത്യം എന്ന് No പറയുന്നത്. matter how big our preferences are, God's നമുക്ക് mission is greater. നമ്മുടേതായിട്ടുള്ള പല പ്രിഫറൻസസും കാണും. We may have different preferences. ആമേൻ. പക്ഷേ ആ പ്രിഫറൻസ് കൊണ്ട് ദൈവത്തിന്റെ മിഷൻസ് മാറ്റിവെക്കുകയല്ല. നമ്മുടെ പ്രിഫറൻസ് മാറ്റിവെച്ചാലും ദൈവത്തിന്റെ മിഷനാണ് ഏറ്റവും വലിയ പ്രാധാന്യമുള്ളത്. God's mission should take priority over any of our preferences. എത്ര പേർക്ക് അതിനൊരു ആമേൻ പറയുവാൻ How many കഴിയും? of you can say amen? നാലാമതായി നാം സംരക്ഷിക്കേണ്ടത് The എന്താണ്? fourth thing we should protect. നാം സഭയുടെ വിശുദ്ധി പരിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടതാണ്. Protect the purity of the church. എന്താണ് സഭയുടെ പ്യൂരിറ്റി, വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്ന് What പറയുന്നത്? does that mean to keep the purity? രണ്ട് കാര്യങ്ങളാണ് ഉള്ളത്. There's two things. ആമേൻ. രണ്ട് പരിശുദ്ധിയാണ് നാം കാത്തു There's സൂക്ഷിക്കുന്നത്. two purities you should protect. ഒന്നാമതായി വചനവിശുദ്ധി നാം കാത്തു സൂക്ഷിക്കണം. First is scriptural purity. വചനവിശുദ്ധി സഭ കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ The church ആവശ്യമാണ്. should protect scriptural purity. ആമേൻ. ഈ നാളുകളിലെല്ലാം നാം കേട്ടുവരുന്ന ഒരു കാര്യമാണിതെല്ലാം. These are things we are hearing these ഒരുപാട് days. കള്ള ഉപദേഷ്ടാക്കന്മാരെ ഇറങ്ങിയിട്ടുണ്ട്. There's a lot of false teachings. ഒരുപാട് കള്ള അപ്പോസ്തലന്മാർ There's ഇറങ്ങിയിട്ടുണ്ട്. false prophets. ഒരുപാട് കള്ള ക്രിസ്തുക്കൾ ഇറങ്ങിയിട്ടുണ്ട്. There's false Christ. ഒരുപാട് കള്ള ഉപദേശങ്ങളും ഇറങ്ങിയിട്ടുണ്ട്. There's a lot of false teachings. അതിന്റെ നടുവിൽ നിന്നുകൊണ്ടാണ് തീത്തോസ് ഇപ്രകാരം പറയുന്നത്, In the midst of that, Titus is saying, വിശ്വസ്ത വചനത്തെ നിങ്ങൾ വിശ്വസ്തയോടെ കാത്തു സൂക്ഷിക്കുക. hold fast the faithful word. ആമേൻ. നിങ്ങളുടെ കയ്യിൽ ഭരമേൽപ്പിച്ചിട്ടുള്ള ഒരു വചനമുണ്ട്. This is the word of God that's given to ഈ you. വചനം നാം ഇതിന്റെ പരിശുദ്ധിയോട് കൂടി കാത്തു സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. Keep it in the purity that it's meant for. സഭയുടെ വലിയൊരു ദൗത്യമാണ് ഇതിന്റെ ഉപദേശ വിശുദ്ധി കാത്തു സൂക്ഷിക്കുക എന്ന് പറയുന്നത്. It's a great responsibility of the church to keep the scriptural purity. ഇതിനും ഞാൻ ചില ഉദാഹരണങ്ങൾ വചനത്തിൽ നിന്ന് കാണിച്ചു തരുവാൻ I want ആഗ്രഹിക്കുന്നു. to share some examples from the word of God. പഴയ നിയമത്തിൽ ആഹാബ് രാജാവ് യുദ്ധത്തിന് പോകാൻ തീരുമാനിച്ചു. And in the Old Testament, King Ahab decided to go to war. പതിവ് പോലെ യുദ്ധത്തിന് പോകുന്നതിന് മുമ്പേ പ്രവാചകനോടൊന്ന് ചോദിച്ചേക്കാമെന്ന് And വിചാരിച്ചു. he asked the prophets like normal. 400 പ്രവാചകന്മാരെ നിരന്നുകൊണ്ട് പറഞ്ഞു ആഹാബിനോട് പറഞ്ഞു, go man, you got the victory. 400 prophets told him, you go, you have the victory. 400 പേരെ കമന്ന് പറഞ്ഞു, good, പോ, ശരി, best of luck എന്നൊക്കെ പറഞ്ഞു. 400 people said, yes, go, best of പക്ഷേ luck. അതിന് നടുവിൽ ഒരു പ്രവാചകൻ ഉണ്ടായിരുന്നു, മിഖായ എന്ന് പറയുന്ന ഒരു There പ്രവാചകൻ. was one prophet, Micaiah. മിഖായ എഴുന്നേറ്റ് വന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നെ സുഹിപ്പിക്കുന്ന ഒരു പ്രവചനം പറയണോ അതോ ദൈവത്തിന്റെ സത്യമാണോ ഞാൻ വിളിച്ചു പറയേണ്ടത്? Micaiah asked, should I give you what you want to hear or what the ഇന്നെ God says? ഇന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളോട് ഞാൻ ഒന്ന് പറയട്ടെ. Child of God listening to me അനേക today. ഇടങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മളെ സുഹിപ്പിക്കുന്നത് നാം കേൾക്കുമ്പോൾ എത്ര പേര് ഇന്ന് പറയും, എന്നെ സുഹിപ്പിക്കുന്നതല്ല ദൈവമേ എനിക്ക് കേൾക്കേണ്ടത്, പക്ഷെ അങ്ങെന്ന് പറയുന്നു, അതാണ് എനിക്ക് കേൾക്കേണ്ടത്. Many people want to give you soothing word. How many of you decide that you want God's word in your ആമേൻ. life? ദൈവത്തിന്റെ വചനം അതിന്റെ സത്യതയോടെ അതിന്റെ പരിശുദ്ധിയോടെ എനിക്ക് കേൾക്കണമെന്ന് ആഗ്രഹമുള്ള എത്ര പേര് ഇന്ന് പകൽക്കാലം പറയുവാൻ Praise God. കഴിയും? How many of you desire to hear the word of God unfiltered? ആഗ്രഹമുള്ളവർ കരങ്ങൾ ഉയർത്തിയൊന്ന് ദൈവത്തെ Those who സ്തുതിക്കുവാൻ desire കഴിയുമോ? that, praise God this നിങ്ങൾ morning. ഓൺലൈനിൽ കേൾക്കുന്നവരാണെങ്കിലും നിങ്ങളോട് ഞാൻ പറയട്ടെ, If you're listening online, let me tell കണ്ടതും you, കേട്ടതും എല്ലാത്തിനും ആമേൻ പറയാതെ വചനം എന്ന് പറയുന്നു, Jesus. അതിനാമേൻ പറയുക. don't say everything to amen, but say what is scripturally pure, amen. ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ. One thing I want to share, ആമേൻ. ചില കാര്യങ്ങൾ, ചില ഫാക്ട്സ് ആണ് നിങ്ങളോട് പറയുന്നത്. some facts I want to share. ആമേൻ. പറഞ്ഞ പ്രവചനം സത്യമായതുകൊണ്ട് അത് ശരിയായിട്ടുള്ള പ്രവചനമാകണമെന്നില്ല. The truth from prophecy may be truth, but it also may not be trustworthy. If a prophecy comes to truth, it doesn't mean that prophecy is true. Yeah, if a prophecy comes true, it doesn't mean that prophecy is true. That prophecy should align with the word of God. The prophecy should align with the word of God. ഏതൊരു പ്രവചനവും സത്യമായി പറഞ്ഞു പച്ചിലയും കത്രികയും പോലെ അത് സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അത് ശരിയായ പ്രവചനമല്ല. And every prophecy that comes true is ആ not true. പറഞ്ഞ പ്രവചനം വചനത്തിൽ അടിസ്ഥാനമുണ്ടോ എന്ന് നോക്കണം. You need to see if there's foundation in the word of God behind the അല്ലെങ്കിൽ അത് prophecy. എത്ര സത്യമാണെങ്കിലും അത് കള്ളപ്രവചനമാണ്. No matter how true that may be, there's no truth in it. ആമേൻ. ഒരു പ്രവചനത്തെ വാലിഡേറ്റ് ചെയ്യുന്നത് അത്ഭുത
അത്ഭുതമല്ല. And prophecy is invalidated by miracles. ആമേൻ. പക്ഷെ ഒരു പ്രവചനത്തെ വാലിഡേറ്റ് ചെയ്യുന്നത് ദൈവം നൽകി തന്നിട്ടുള്ള ജീവനുള്ള വചനമാണ്. Prophecy is validated through the word of God that gives life. ആമേൻ. ഒരു പ്രവചനം സത്യമാകുവാൻ വേണ്ടി മെജോറിറ്റി വോട്ട് നോക്കിയല്ല നോക്കുന്നത്. Prophecy is not true because of majority vote. ആമേൻ. അതൊരു കോമൺ പ്രാക്ടീസ് ആയതുകൊണ്ട് അത് ട്രൂത്ത് ആകണമെന്നില്ല. It's not true because it's common. എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യം ഈ നാളുകളിൽ ഇതാണ്, അതുകൊണ്ട് അതാണ് ഇന്നത്തെ ട്രൂത്ത് എന്ന് പറയാൻ കഴിയില്ല. It's not because everybody likes that. That's not true. അത് ഇന്നത്തെ സത്യമായിരിക്കും, പക്ഷേ that doesn't become the truth of the word of God. It may be today's truth, but it doesn't become the truth of God. ഇന്നലത്തെ ഒരു സത്യമുണ്ടായിരിക്കും, ഇന്നത്തെ ഒരു സത്യമുണ്ടായിരിക്കും, കുറെ നാളുകൾ കഴിയുമ്പോൾ നാളെ വേറൊരു സത്യം വരേക്കാം, പക്ഷേ എന്നേക്കുമായി സത്യം നിലനിൽക്കുന്നത് ഈ വചനം ഒന്ന് മാത്രമാണ്. See, that truth can change from time to time, but the word of God is everlasting and the truth lasts. ലോകത്തിന്റെ സത്യങ്ങൾ ഇന്നലെയും നാളെയും എല്ലാം മാറുമായിരിക്കാം, പക്ഷേ ആകാശവും ഭൂമിയും മാറിയാലും ഈ വചനത്തിന്റെ ഒരു വള്ളിക്കോ പുള്ളിക്കോ മാറ്റം വരുന്നില്ല. The words of the world may change, but heaven and earth will never pass away. My words will never. Amen. Amen. അപ്പോൾ ഇതൊരു സിൻക്രണറ്റിക് ബിലീവേഴ്സിനെ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. God doesn't desire syncretic believers. ഇവിടെ നിൽക്കുമ്പോൾ ഈ സത്യവും വചനത്തിന്റെ സത്യവും രണ്ടും വേണോ എന്നുള്ള സിൻക്രണനിസം അല്ല ദൈവം നോക്കുന്നത്. God doesn't desire one foot in the world, one foot in the ആത്മീക world. ജീവിതം എന്ന് ദൈവം ആഗ്രഹിക്കുന്നത്, വിശുദ്ധി എന്ന് ദൈവം ആഗ്രഹിക്കുന്നത് ഒരു ബുഫേ സിസ്റ്റം അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. Spiritual holiness is not about a buffet system. ആമേൻ. അവിടെ നിന്നും എടുക്കുക, ഇവിടുന്നും കുറച്ച് ട്രൂത്ത് എടുക്കാം, എനിക്ക് ഇത് വേണം, പിന്നെ ഇതിനകത്തുനിന്നും എനിക്ക് കുറച്ച്, അതല്ല നടക്കുന്നത്. Picking and choosing from the buffet line is not what the truth of word of God is. ദൈവവചനത്തിന്റെ സത്യം എന്ന് പറയുന്നത് ഒരു സാലഡ് ബാർ അല്ല. A salad bar is not what the word of God's truth is. എനിക്ക് മെയിൻ കോഴ്സ് ആയിട്ട് അത് വേണം, സാലഡ് അത് അവിടെ കിടക്കട്ടെ, അങ്ങനല്ല. You pick a main course and I don't want that. ഒരു വിശ്വാസിക്ക് this is the main food that you Amen. eat. For a believer, the word of God is primary. And this is the only food for a believer. This is the only food for us. ഇതിനെ റീപ്ലേസ് ചെയ്യുന്ന വേറെ ഒന്നുമില്ല. There's nothing to replace the word of God. This morning when I stand over here, As I'm standing here, to the church everywhere, let me declare this. to the church and everywhere, We need to get back to the truth that Praise is the God. word of God. we need to get back to the truth of the ദൈവം word of നമ്മളെ God. സഭയിലാക്കി വെച്ചിരിക്കുന്നത് ഇതിനകത്ത് വെള്ളം ചേർക്കുവാനല്ല. It's not to add anything to this word. ആമേൻ. ഇതിനകത്ത് നാം എന്തോ മായമുടെ ചേർത്ത് വിളമ്പാനല്ല It's not to പറഞ്ഞിരിക്കുന്നത്. add any ingredients to the word. പത്യോപദേശം അതുപോലെ തന്നെ വിളമ്പാൻ But to വേണ്ടിയാണ്. preach the truth of the word of God as is. പാസ്റ്ററൽ ഡിപ്ലോമസി അല്ല ദൈവം ആഗ്രഹിക്കുന്നത്, God doesn't desire diplomacy, പക്ഷെ വചനം അതിന്റെ വിശുദ്ധിയോടെ വിളമ്പുവാൻ but God വേണ്ടിയാണ്. desires the word of God to be spoken as truth. ആഗ്രഹമുള്ള ദൈവമക്കൾ ദൈവത്തെ ഒന്ന് Can സ്തുതിച്ചാട്ടെ. you praise God if you desire that? ആമേൻ. Amen. ആമേൻ. നമ്മൾ ബെറോവയിലെ വിശ്വാസികളെ നാം കാണുന്നുണ്ട്. When we see believers of In Bereans. in Bereans, yeah. ആമേൻ. ആമേൻ. ഇപ്രകാരം നാം സോഷ്യൽ മീഡിയയിൽ ഫാക്ട് ചെക്ക് ചെയ്യാറുണ്ട്. And we often fact check on social media. ഒരുപാട് വാർത്തകൾ കേൾക്കുമ്പോൾ നാം അതിനെ ഫാക്ട് ചെക്കും. ഇത് ശരിയാണോ, AI ജനറേറ്റഡ് ആണോ, അതോ വേറെ വല്ലതും ആണോ? When we see many things, we want to fact check it with if it's AI. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, Shout to God listening to എന്നെ me. കേൾക്കുന്ന പ്രിയ യുവജനങ്ങളെ, Youth listening to me. ആമേൻ. നിങ്ങൾ കേൾക്കുന്ന സകല ഉപദേശവും സകല ഉപദേഷ്ടാക്കന്മാരും സകല പ്രസംഗങ്ങളും സകല വചനങ്ങളും നിങ്ങൾ ഫാക്ട് ചെക്ക് ചെയ്യേണ്ടത് വളരെ പ്രാധാന്യമാണ്. It is very high time for us to fact check every word of God that you hear. എന്തുമായിട്ടാണ് നിങ്ങൾ ഫാക്ട് ചെക്ക് ചെയ്യേണ്ടത്? What do you fact check it against? ആമേൻ. ചാറ്റ് ജിപിയിൽ ഇട്ടാണോ ഫാക്ട് ചെക്ക് ചെയ്യുന്നത്? Are you sketching it, checking it with ChatGPT? ആമേൻ. ഗൂഗിളിലാണോ ഫാക്ട് ചെക്ക് ചെയ്യുന്നത്? Are you checking it Google? അതോ ഇന്ന വലിയ പാസ്റ്റർ പറഞ്ഞു അതുകൊണ്ട് അവിടെ വെച്ചാണോ ഫാക്ട് ചെക്ക് ചെയ്യുന്നത്? Oh, this is a big pastor that said that's one of fact check it. ഡാനി പാസ്റ്റർ പറഞ്ഞുകൊണ്ട് ഡാനി പാസ്റ്റർ വാക്കുകൾ വെച്ചാണോ ഫാക്ട് ചെക്ക് ചെയ്യുന്നത്? Are you fact checking against what I say? ആമേൻ. നാം വചനവുമായിട്ടാണ് ഫാക്ട് ചെക്ക് ചെയ്യേണ്ടത്. Fact check it with the word of എത്ര God. പേർക്ക് ഇന്ന് വചനം കയ്യിൽ വെച്ചുകൊണ്ട് പറയാൻ ഞാൻ സകലതും Amen. വചനത്തിലുണ്ടോ എന്ന് പരിശോധിക്കുവാൻ How തയ്യാറാണ്. many of you will examine if it is in the word of God? ആമേൻ. ചീത്തയായി പോയ പാലുണ്ടല്ലോ, There's spoiled milk. ആമേൻ. സ്പോയിൽ മിൽക്ക് നമുക്ക് നല്ലൊരു ഫാൻസി ഗ്ലാസ്സിൽ നമുക്ക് പ്രസന്റ് ചെയ്യുവാൻ കഴിയും. You can present spoiled milk in a fancy glass. ആമേൻ. അതിങ്ങനെ കൊടുക്കുവാൻ കഴിയും. You can drink it. ആമേൻ. അത് കാണാൻ വലിയ ഭംഗിയായിരിക്കും. It may look nice, ആമേൻ. പക്ഷേ അത് കുടിച്ചാൽ അറിയാൻ പ്രശ്നം. but if you drink it, you'll know the problem. ആമേൻ. ചിരിച്ചോണ്ട് നമുക്ക് കൊടുക്കാം, പക്ഷെ കുടിച്ചു കഴിഞ്ഞാൽ കുടിച്ച ആൾക്കറിയാം അതിന്റെ പ്രശ്നം. You can give it and smile, but you know the person that drinks it will have a problem. പിന്നെ 100-110 നമ്മൾ ഓടുന്നത്. But then you'll go, yeah, I can't translate that. So you'll run at 110 degrees. That's what he said. Yeah.
ആമേൻ. പക്ഷെ വചനം ഇപ്രകാരമാണ് But പറയുന്നത്, the word of God says like this. വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ നാം വാഞ്ചിപ്പീൻ. And desire and crave for the word of God that's beyond milk. ആമേൻ. ഹല്ലേലൂയ. വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കുവാൻ എത്ര പേർക്ക് വാഞ്ചി? How many of you desire to drink the word of കരമൊന്ന് God? ഉയർത്തി കാണുവാൻ Can കഴിയും? you raise your hands this വേറെ morning? ഏത് പാല് എവിടെ വേണമെങ്കിലും വിളമ്പിക്കോട്ടെ. You can have whatever milk in the അത് world. 2% 1% എന്ത് പാല് വേണമെങ്കിലും ആര് വേണമെങ്കിലും It can വിളമ്പിക്കോട്ടെ. be 2%, 1%, it can be any milk. ആമേൻ. പക്ഷെ വചനം എന്ന മായമില്ലാത്ത പാലാണ് എനിക്ക് എന്റെ ആത്മീയ ജീവിതത്തിന് ആവശ്യമുള്ളവർ എത്ര പേര് I പറയും? need the milk that is the true word of God in my life. ആമേൻ. Amen. ആമേൻ. Praise God. ഈ വചന വിശുദ്ധി ജീവിതത്തിലുണ്ടെങ്കിൽ, If you have the purity of the word of God, ആമേൻ, സഭയ്ക്കകത്ത് വചന വിശുദ്ധി ഉണ്ടെങ്കിൽ, if you have the holiness of the word of പിന്നെ God, സഭയ്ക്കകത്തെ ഉപദേശത്തിനും ആ വചന വിശുദ്ധി കാണും. in your lifestyle you have purity. ആരാധനയ്ക്ക് ആ വചന വിശുദ്ധി കാണും. And you purity in your worship, പ്രസംഗത്തിൽ ആ വചന വിശുദ്ധി കാണും. purity in your messages, പാട്ടിൽ ആ വചന വിശുദ്ധി കാണും. purity in your പ്രാർത്ഥനയിൽ message, ആ വചന വിശുദ്ധി കാണും. prayer, purity, സംസാരത്തിൽ ആ വചന വിശുദ്ധി in your വരും. speaking. ആമേൻ. Amen. ഈ വചന വിശുദ്ധിയോടൊപ്പം പ്രാധാന്യമുള്ള മറ്റൊരു സംഭവം കൂടിയുണ്ട്. There's something in addition to scripture purity. ഞാൻ പറഞ്ഞല്ലോ സഭയ്ക്ക് വിശുദ്ധി അത് കാത്തു സൂക്ഷിക്കണമെന്ന്. I told you you should protect the holiness of the church. ആമേൻ. ഒന്നാമത് വചന വിശുദ്ധിയാണ്. And first is the word of God. രണ്ടാമതാണ് ജീവിത വിശുദ്ധി. The second thing is lifestyle purity. ഒന്ന് ആമേൻ പറയുവാൻ കഴിയുമോ? Can you praise God for that? ജീവിത വിശുദ്ധി വളരെ ആവശ്യമാണ്. Lifestyle purity is very essential. ആ വചന വിശുദ്ധിയും ജീവിത വിശുദ്ധിയും ഒരുപോലെ നാം പാലിക്കേണ്ടതാണ്. Scripture purity and lifestyles goes hand in hand. അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറഞ്ഞു, Apostle Paul says like this. A little leaven can leaven the whole lump. Amen. Praise God. അല്പം പുളിപ്പ് പിണ്ടത്തെ മുഴുവൻ A little leaven leavens the whole lump. ആമേൻ. അതുകൊണ്ട് എന്താണ് അവിടെ ചെയ്യേണ്ടത്? So what should you do? അതിനെ എടുത്ത് കളയണം. You need to destroy it. Purge out the old leaven. Take out the old leaven. വചനത്തിൽ നാം നോക്കുകയാണെങ്കിൽ, If you look at the word of God, ആമേൻ, ആക്കാൻ എന്ന് പറയുന്ന അല്പമായിട്ടുള്ള ഒരു പുളിപ്പായിരുന്നു. Achan had a little lump. ആമേൻ. ഒരു ചെറിയ പുളിപ്പായിരുന്നു. ഒരു വ്യക്തിയായിരുന്നു ആക്കാൻ. One person was Achan. ആമേൻ. പക്ഷേ ആക്കാന്റെ ഒരു ചെറിയ പുളിപ്പ് കാരണം ആ ഇസ്രായേൽ ജനം മുഴുവൻ അതിന്റെ ഭവിഷ്യത്ത് Because അനുഭവിക്കുവാനിടയായി. of the lump of Achan, that whole Israelites suffered the consequences. ആമേൻ. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, Child of God listening to me, ആമേൻ, church must not redefine holiness to fit into a culture. please don't redefine your holiness to fit into a ഏതോ culture. ഒരു സംസ്കാരത്തിൽ നാം ഒന്ന് ഫിറ്റ് ആകുവാൻ വേണ്ടി വിശുദ്ധി നാം ട്വീക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും. Don't compromise your holiness for the world. ഇന്ന് ഒരുപാട് സഭകൾ അവരുടെ വിശുദ്ധി, ജീവിത വിശുദ്ധി ട്വീക്ക് ചെയ്തിട്ടുണ്ട്. Many of us compromise or tweak your holiness. ആമേൻ. ഞാൻ ഈയിടെ ഇങ്ങനെ വായിക്കുവാനിടയായി. The other day I read like ഞാൻ this. പേര് പറയുന്നില്ല, പക്ഷേ ചില സെമിനാരികൾ പോലും അവരെ ട്വീക്ക് ചെയ്യുവാനിടയായി, ക്രെഡൻഷ്യൽ കീപ്പ് ചെയ്യുവാൻ വേണ്ടി. Some seminaries started tweaking their theology to keep their credentials. ആമേൻ. വചനത്തിൽ പറയുന്ന വചനം അല്പം ഒന്ന് ട്വീക്ക് ചെയ്താൽ അവർക്ക് അവരുടെ ക്രെഡൻഷ്യൽ കീപ്പ് ചെയ്യാം. If they tweak the word of God, they can keep their credentials. ആമേൻ. ഇന്ന് പകൽക്കാലം ക്രെഡൻഷ്യൽ നഷ്ടപ്പെട്ടാലും വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതാണ് ധന്യം. Even if you lose your credentials, you need to keep ആമേൻ. the word of God. ക്രെഡൻഷ്യലൊക്കെ ഇന്ന് വരും നാളെ പോവും, ലോകം തരുന്നതാണ് ക്രെഡൻഷ്യൽ. Credentials are given by the world പക്ഷേ and they ദൈവം come and നൽകി go. തന്നിട്ടുള്ളതാണ് ഈ ദൈവവചനം എന്ന് But the പറയുന്നത്. word of God is given by God ആമേൻ. alone. ദൈവവചനത്തെ നാം ഒന്ന് കാത്തു സൂക്ഷിക്കുവാൻ Can കഴിയുമോ? we protect the word of God? നമ്മുടെ ദൈവം തന്നിട്ടുള്ള ഈ ജീവിത വിശുദ്ധിയോടൊന്ന് കാത്തു സൂക്ഷിക്കാൻ നമുക്കൊന്ന് കഴിയുമോ? Can we protect the life that God has given ആമേൻ. us? എങ്ങനെയാണ് ജീവിത വിശുദ്ധി നമുക്ക് കാത്തു സൂക്ഷിക്കുവാൻ How do കഴിയുന്നത്? we have a lifestyle ഞാൻ purity? ആദ്യം പറഞ്ഞതുപോലെ ഇവിടെ പുണ്യാളന്മാരായിട്ടുള്ള സെയിൻസ് ആയിട്ടുള്ള ആരുമില്ല. There's no one that's ഈ perfect in this പ്രസംഗിക്കുന്ന ഞാൻ house. ഉൾപ്പെടെ ജീവിതത്തിൽ കുറവുകളുള്ളതാണ്. I also have shortcomings. പക്ഷേ എങ്ങനെയാണ് ഈ ജീവിത വിശുദ്ധി നമുക്ക് കാത്തു സൂക്ഷിക്കുവാൻ How do we പറ്റുന്നത്? protect our purity? ആമേൻ. ഞാൻ മുമ്പ് പറഞ്ഞ ഉദാഹരണം തന്നെ ദാവീദിനെ ഞാൻ പറയാം. Let me talk about David again. ആമേൻ. ദാവീദ് ആണെങ്കിൽ ഇപ്പോൾ സങ്കീർത്തനം 51 എഴുതിയപ്പോൾ When he wrote Psalms 51, ദൈവസന്നിധിയുടെ മുമ്പാകെ നെടുമ്പാട് വീണുകൊണ്ട്, he fell in the presence of God. ആമേൻ, ദൈവസന്നിധിയിൽ വീണുകൊണ്ട് ബത്ശേബയെ കുറ്റം പറയുകയില്ലായിരുന്നു. He was not blaming Bathsheba. പക്ഷെ സ്വയമേ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു He കൊടുക്കുകയാണ്. submitted to God's ആമേൻ. hands. തന്റെ കുറവുകളും കുറ്റങ്ങളും സ്വയമേ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് He പറഞ്ഞു, understood his shortcomings and gave it to God. എന്നേക്ക് ഒരു നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് തരണമേ, Create in me a clean heart. ഒരു സ്ഥിരമായ ആത്മാവിനെ എന്റെ ഉള്ളിൽ നൽകി തരണമേ Renew a എന്ന് right പ്രാർത്ഥിക്കണം. spirit within me. ഇവിടെ ഇരിക്കുന്ന നമ്മൾക്ക് ഓരോരുത്തരെയും നമുക്ക് ജീവിതത്തിൽ ഓരോ
ഓരോ പ്രശ്നങ്ങളുണ്ട്. We all have different problems. നമ്മളെല്ലാവരും ജീവിതത്തിൽ നമ്മൾ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. We have ups and downs in life. പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുന്നവരാണ് നാം. We all go through trials. പക്ഷേ അതെല്ലാം ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ നമുക്കൊന്ന് കഴിയുമോ? Can we give it to God? എന്നിട്ട് ദൈവത്തോട് പറയുമോ, ദൈവമേ ഞാൻ ഇത് എന്റെ സ്വയം പ്രയത്നത്താൽ എനിക്ക് വിശുദ്ധി കാത്തു പരിപാലിക്കുവാൻ കഴിയില്ല. And you cannot keep your holiness by your own. ആമേൻ. നമ്മൾ merits. സ്വയമേ വിശുദ്ധനാവാൻ നോക്കിക്കഴിഞ്ഞാൽ നടക്കില്ല പ്രിയ ദൈവമക്കളെ. If you try on your own to be holy, പക്ഷേ you ഇന്ന് പറയാമോ, can't. ദൈവമേ അങ്ങയുടെ കൃപ എനിക്കൊന്ന് നൽകി തരണമേ. But ask for God's grace. നമ്മുടെ സ്വയ പ്രയത്നത്താൽ നമുക്ക് ജീവിത വിശുദ്ധി നടത്തുവാൻ കഴിയുകയില്ല. By our own effort, you can't keep പക്ഷേ your അങ്ങയുടെ holiness. ആത്മാവിനാലും കൃപയാലും എനിക്ക് അത് സാധിക്കുമെന്ന് പറയുവാൻ എത്ര But പേർക്ക് by കഴിയും? His power and His Spirit, Can you we just can. ask God, Lord, give me your grace and the power of the Holy Amen. Spirit to lead a holy Amen. life? Give me your grace, the Holy Spirit, to live a holy ഞാൻ എന്റെ life. വാക്കുകളെ അവസാനിപ്പിക്കുമ്പോൾ ഇപ്രകാരം ഞാൻ ഒന്ന് പറയട്ടെ. I'm going to conclude my words shortly. കർത്താവായ യേശു ക്രിസ്തു തന്റെ സഭയെ സ്നേഹിക്കുവാനിടയായി, അതിനുവേണ്ടി മരിക്കുവാനിടയായി. Jesus Christ loved the church, obedient unto death. ആമേൻ. പരിശുദ്ധാത്മാവ് സഭയെ സ്നേഹിക്കുവാനിടയായി, അതുകൊണ്ട് പരിശുദ്ധാത്മാവ് സഭയ്ക്കകത്ത് തന്റെ വാസം ചെയ്യുവാനിടയായി. The Holy Spirit loved the church, so He dwells inside the church. കർത്താവായി ദൈവം തന്റെ സഭയെ ദൈവം സ്നേഹിച്ചതുകൊണ്ടാണ് തന്റെ പുത്രനെ അയക്കുവാനിടയായത്. God Himself loved the church, that's why He sent His only Son. അപ്പോൾ ദൈവവും പിതാവായ ദൈവം പുത്രനായ ക്രിസ്തു പരിശുദ്ധാത്മാവ് സഭയെ ഇത്രത്തോളം സ്നേഹിക്കുമ്പോൾ ഇതിനെ സംരക്ഷിക്കുവാൻ നാം ബാധ്യസ്ഥരാണ്. If the Father, Son, and the Holy Spirit loves the church so much, we have to protect പ്രിയ the house. ദൈവമക്കളെ, ശലോമോൻ ദേവാലയം പണിതപ്പോൾ Solomon built the church, the temple. അതിന്റെ ഡെഡിക്കേഷൻ ദിവസത്തിൽ In the time of his dedication, അവിടെ ആൾക്കാർ ആരാധിച്ചപ്പോൾ, പുരോഹിതന്മാർ ആരാധിച്ചപ്പോൾ when the priests worshipped, ദൈവ സാന്നിധ്യം the വന്നിറങ്ങുവാനിടയായി. glory of God came ദൈവ down. സാന്നിധ്യം വന്നിറങ്ങിയപ്പോൾ പിന്നെ അവിടെ അവർക്കൊന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. The glory of God came down, they couldn't do ഇന്ന് എത്ര anything. പേര് ആഗ്രഹിക്കും എന്റെ ജീവിതത്തിൽ ആ ദൈവ സാന്നിധ്യം വന്ന് ഇറങ്ങി How many of you desire for the glory ആ to come കരങ്ങളൊന്ന് down? സ്വർഗത്തിലേക്ക് ഒന്ന് Can ഉയർത്തുവാൻ you raise കഴിയുമോ? your hands to heaven? ഉയർത്തിയ കരങ്ങളൊന്ന് ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കുവാൻ Can you കഴിയുമോ? praise, stand up in the house of ആമേൻ. God? ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം പഴയ നിയമത്തിൽ ആ ശലോമോന്റെ ദൈവാലയത്തിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ആലയത്തിൽ ഈ മൺകൂടാരത്തിലും ഒന്ന് വന്ന് ഇറങ്ങുവാൻ ആഗ്രഹമുള്ളവരും ദൈവത്തെ സ്തുതിക്കുവാൻ If കഴിയുമോ? the Holy Spirit, the glory came down in Solomon's temple, it can come in our clay body. ദൈവത്തിന്റെ തേജസ് വന്ന് ഇറങ്ങണമെങ്കിൽ അവിടെ അശുദ്ധിക്ക് സ്ഥാനമുണ്ടാകരുത്. If God's glory comes in our life, there's no place for ആമേൻ. unholiness. വെളിച്ചത്തിനും അന്ധകാരത്തിനും ഒരേ അഡ്രസ് വരികയില്ല. Light and darkness can't coexist. ഇന്ന് എത്ര പേര് ഒരു തീരുമാനമെടുക്കും, എന്ത് തന്നെയാണെങ്കിലും ഇതിനെ സൂക്ഷിക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ്. How many of you will take the decision, I will protect? ആമേൻ. ചിലതൊക്കെ ഇടിച്ചു കളയുവാനാണെങ്കിൽ അത് ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. How many of you will break down some barriers? ആമേൻ. അത് എന്റെ സ്വസ്നേഹം, സെൽഫ് ലവും പ്രൈഡുമാണെങ്കിൽ ഇന്ന് പകൽക്കാലം അത് ഇടിച്ചു കളയുവാൻ ഞാൻ തയ്യാറാണ്. If it's self-love and pride, I will break it apart. ആമേൻ. ചില ഐക്യതയുടെ മതിൽ പണിതെടുക്കുവാനാണെങ്കിൽ അത് ചെയ്യുവാനും ഞാൻ തയ്യാറാണ്. I'm willing to build some houses of ചില unity. ബന്ധങ്ങൾ യഥാസ്ഥാനപ്പെടുത്തുവാനാണെങ്കിൽ അത് ചെയ്യുവാൻ ഞാൻ ഇന്ന് തയ്യാറാണ്. I'm willing to rectify some relationships. ചില ഛിന്ന ഭിന്നമായി പോയത് ഇന്നൊന്ന് കൂട്ടിച്ചേർക്കുവാനാണെങ്കിൽ അത് ചെയ്യുവാൻ ഞാൻ തയ്യാറാണ്. Some disunity, I'm able to bring back the unity. വചനവിശുദ്ധിയിലേക്ക് മടങ്ങി വരണമെങ്കിൽ അത് ചെയ്യുവാനും ഞാൻ തയ്യാറാണ്. If you come back to the holiness of God, I will do എന്റെ that. കുടുംബ ജീവിതം അല്ല, എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ എവിടോ ഞാൻ വീണുപോയി മടങ്ങി വരുവാൻ എനിക്ക് ഇന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെയുള്ളവർക്കും ഇന്നൊരു അവസരമുണ്ട്. If your individual life, your family life, if you want to come back to the house of God, you will do it. Jesus. അതരങ്ങളൊന്നും മൗനമായിരിക്കാതെ ഒന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? Can we just take a moment to praise God? Can you Hallelujah. praise God this morning? എന്റെ ജീവിതത്തിൽ നിന്ന് വരുന്നത് ദുർഗന്ധമാണോ അതോ സൗരഭ്യ വാസനയാണോ? Is it the stink of this world or the aroma of Christ that we present? ആമേൻ. ആ സൗരഭ്യ വാസന എന്റെ ജീവിതത്തിൽ നിന്ന് വരുവാൻ ആഗ്രഹമുള്ളവർ ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ How കഴിയുമോ? many of you desire for the aroma of Christ? Can ഞാൻ you praise God? സഭയ്ക്കകത്തിരിക്കുമ്പോൾ മാത്രമല്ല പുറത്തിറങ്ങുമ്പോഴും, He's not just inside the church, but ഞാൻ outside. ജോലിയിടങ്ങൾ പോകുമ്പോൾ, In our workplaces. ഞാൻ സ്കൂളിൽ പോകുമ്പോൾ, In my school. ഞാൻ പുറത്തിറങ്ങുമ്പോൾ When I'm outside. അങ്ങനെ സൗരഭ്യ വാസന. I will be the aroma of Christ. പ്രിയ ദൈവമക്കളെ, Jesus.
child of God. പൗലോസ് ഇപ്രകാരം പറയുവാനിടയായി. Apostle Paul says like this. എഫെസ്യർക്ക് ലേഖനം 5-27 വാക്യത്തിൽ Ephesians chapter 5 verse 27. ക്രിസ്തു തന്നെ ഏൽപ്പിച്ചു കൊടുത്തത്, That he might present himself. ആമേൻ, ക്രിസ്തു തന്നെ ഏൽപ്പിച്ചു കൊടുത്തത് എന്തിനു വേണ്ടിയാണ്? Jesus gave himself up for. ആമേൻ. എന്തിനു വേണ്ടിയാന്ന് വെച്ചാൽ കറ, ചുളുക്കം, വാട്ടം, മാലിന്യമില്ലാത്ത ഒരു സഭയെ അവന്റെ മുമ്പാകെ നിർത്തുവാൻ വേണ്ടിയാണ്. It's so that we would be a church, a glorious church, not having ഇന്ന് spot or wrinkle. പകൽക്കാലം അങ്ങനെ ഒരു സഭയായി മാറുവാൻ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? How many of you desire to be a church like that? ആമേൻ. തന്റെ കർത്താവ് തന്റെ രക്തം ക്രൂശിൽ അവസാന തുള്ളി വരെ കൊടുക്കുവാനിടയായി. Jesus gave his last drop of എന്തിനു blood. വേണ്ടിയാണ് കൊടുത്തത്? Why? കറ, ചുളുക്കം, വാട്ടം, മാലിന്യമില്ലാത്ത ഒരു സഭ, ഒരു ഗ്ലോറിയസ് ചർച്ചിന് For വേണ്ടിയാണ്. us to be a glorious church without wrinkle or അത് spot. എന്നാണ് വരുന്നത്? What's happening? അത് കർത്താവിന്റെ മടങ്ങി വരവിലാണ്. It's the second coming of Jesus Christ. അതുവരെ നാം ശുദ്ധീകരണത്തിൽ കൂടി കടന്നു പോകുകയാണ്. And until then, we need to be holy, ഇന്ന് ആ pure. ശുദ്ധീകരണത്തിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ എത്ര പേർക്ക് How many of തയ്യാറാണ്? you sanctify yourself? എത്ര പേർക്ക് തയ്യാറാണ്? ഞാൻ ഐക്യതയ്ക്ക് വേണ്ടി പോരാടാൻ How തയ്യാറാണ്. many of you are willing to fight for this unity? ബന്ധങ്ങൾ യഥാസ്ഥാനപ്പെടുത്തുവാൻ വേണ്ടി ഞാൻ തയ്യാറാണ്. How many of you are willing to rebuild സാക്ഷ്യം relationships? നിലനിർത്തുവാൻ വേണ്ടി ഞാൻ തയ്യാറാണ്. How many of you are willing to protect your കർത്താവിന്റെ testimony? ദൗത്യത്തിന് വേണ്ടി ഇറങ്ങുവാൻ ഞാൻ തയ്യാറാണ്. How many of you are willing to go out for the mission? സഭയുടെ നിർമ്മലത കാത്തു സൂക്ഷിക്കുവാൻ ഞാൻ തയ്യാറാണ്. I am willing to protect the അങ്ങനെയുള്ളവർ ആ church's കരങ്ങളൊന്ന് ഉയർത്തി testimony. ദൈവത്തോട് ഒന്ന് Can you സ്തുതിക്കുവാൻ raise your കഴിയുമോ? hands and ഒന്ന് praise ദൈവത്തെ God this സ്തുതിക്കുവാൻ morning? കഴിയുമോ? Can you ആരും praise God? മൗനമായിരിക്കാതെ എല്ലാ ആദരങ്ങളും തുറന്ന് Don't be ഒന്ന് ദൈവത്തെ silent. സ്തുതിക്കുവാൻ Can you കഴിയുമോ?